E-Master Medical Engineering Entrance Coaching Classes at Kochi Geo Info Park. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെയിലൊക്കെ കിട്ടി തുടങ്ങിയ സമയത്താണ് കൊറോണ വില്ലനായിട്ട് വരുന്നത്. അപ്പൊ ഇതൊന്നും പക്ഷേ താങ്കളെ നിരാശപ്പെടുത്താൻ പാടില്ല. ഇല്ല, ഒരിക്കലും. ഒരു കോടി അടിച്ചു മാറ്റുവോ? അറിയില്ല സർ, ശ്രമിക്കാം. നോ പറയാനാണ് പലപ്പോഴും പലർക്കും മടിയുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് മൈജി ഫ്ലവേഴ്സ് 1 കോടി. എല്ലാം അറിയുന്നവനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പണ്ഡിതന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ഗ്രാമത്തിലാണ് ഈ പണ്ഡിതന്റെ ജീവിതം. അത് എല്ലാ ആളുകളോടും പറയും, നിങ്ങൾ എന്ത് ചോദ്യം വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ, എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ 10,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരും. പലരും പോയി അദ്ദേഹത്തോട് പരീക്ഷണം നടത്തി പരാജയപ്പെട്ടു. ഒരിക്കൽ ഒരു സ്കൂൾ കുട്ടി ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് 10,000 രൂപ തരുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും തരും. അത് കഴിഞ്ഞ് അങ്ങ് എന്നോട് ഒരു ചോദ്യം ചോദിക്കാം, ഞാൻ പറഞ്ഞില്ലെങ്കിൽ 10 രൂപ തരും. എൻ്റെ കയ്യിൽ 10,000 ഒന്നും എടുക്കാനില്ല, 10 രൂപയെ തരൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പക്ഷെ 10,000 രൂപ തരണം. പണ്ഡിതൻ സമ്മതിച്ചു. കുട്ടി ചോദിച്ചു, 3 കാലുള്ള പക്ഷി ഏതാണ്? പണ്ഡിതൻ വെള്ളത്തിലായി. എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. അവസാനം പരാജയം സമ്മതിച്ച് ഇയാൾ 10,000 രൂപ കുട്ടിക്ക് കൊടുത്തു. കുട്ടി പോകാൻ തുടങ്ങിയപ്പോ കുട്ടിയോട് പറഞ്ഞു, നീ പോകാൻ വരട്ടെ, നീ ഉത്തരം പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. ഏതാണ് 3 കാലുള്ള പക്ഷി? പണ്ഡിതൻ ചോദിച്ചു. എനിക്കും അറിയില്ല, 10 രൂപ തിരിച്ചു. അപ്പോ ആവശ്യമില്ലാത്ത അവകാശവാദങ്ങൾ നടത്തുന്ന ആളുകൾ ഇങ്ങനെയുള്ള അപകടത്തിൽ പോയി ചാടും. സൂക്ഷിക്കുക. ആ നല്ലൊരു ആശയത്തോടെ നമുക്ക് ആരംഭിക്കാം മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഇന്ന് ആരാണാവോ വിജ്ഞാനത്തിന്റെ ഈ വേദിയിലേക്ക് എന്നോട് കച്ചമുറുക്കി പോരാടാൻ വരുന്നത്? വരുന്നു കൊല്ലം കടക്കൽ നിന്ന് ബിനു ആർ. കൊല്ലം കടക്കൽ സ്വദേശി ബിനു ആറിന് വെല്ലുവിളികൾ ഏറ്റെടുത്താൽ ജീവിതത്തിൽ വിജയം നേടാനാകുമെന്നാണ് വിശ്വാസം. ഈ ആത്മവിശ്വാസമാണ് റായ്പൂർ IIM-ൽ നിന്നും മാർക്കറ്റിംഗിൽ MBA നേടിയിട്ടും തൊഴിൽ തേടി അലയാതെ സ്വന്തം സംരംഭത്തിന് തുടക്കമിടാൻ ബിനുവിന് കരുത്തു നൽകിയത്. അടുത്ത സുഹൃത്തും സമപ്രായക്കാരനുമായ കണ്ടന്റ് റൈറ്റർ ആര്യനോടൊപ്പമാണ് ഇമോട്ടികോൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. സിനിമകളിൽ എവിടെയോ കണ്ടു പരിചയമുള്ള ഒരു പ്രണയ നായകന്റെ മുഖഭാവം ബിനുവിന്റെ ചിരിയിലും സ്റ്റൈലിലും ഒളിച്ചിരിക്കുന്നുണ്ട്. വിരൽത്തുമ്പിൽ വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ ബിസിനസ് സാധ്യതകൾ തേടുന്ന ഈ ചെറുപ്പക്കാരൻ ഭാവിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് പ്രതീക്ഷകളുടെ പുഞ്ചിരിയോടെയാണ്. കൊല്ലം കടക്കൽ കൊടിഞ്ഞം രാധാകൃഷ്ണ വിലാസത്തിൽ റിട്ടയർഡ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ S രാധാകൃഷ്ണന്റെയും ടൈപ്പിസ്റ്റായിരുന്ന RS സുജയുടെയും മകനാണ് ഡിജിറ്റൽ സ്വപ്നങ്ങളുടെ ഇഷ്ടത്തോഴനായ ഈ MBA-കാരൻ. സ്വന്തം ചിന്തകളുടെയും സ്വപ്നങ്ങളുടെയും സൗഹൃദങ്ങളുടെയും കരുത്തിൽ പുതിയ ഉയരങ്ങൾ കണ്ടെത്താൻ കടക്കലിൽ നിന്നും ബിനു ആർ ഫ്ലവേഴ്സ് 1 കോടിയുടെ അറിവിന്റെ വേദിയിലേക്ക്. ഹായ് ബിനു. ഹായ് സർ. കടക്കലുകാരനാണ്. അതെ. എന്താ ചെയ്യുന്നത് ബിനു? ഞാനിപ്പോ ഒരു ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. ഡിജിറ്റൽ മാർക്കറ്റർ? അതെ. അല്ലേ? അതെ. അതെവിടെയാണ്? കടക്കല് തന്നെ? അതെ. ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ അച്ഛന്റെ അമ്മയുടെ കൂടെ വീട്ടിൽ നിന്ന് വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എത്ര മക്കളാ? നമ്മൾ 2 പേര്. ചേട്ടൻ എന്നെ കാട്ടി ഒരു 10 വയസ്സ് മൂത്തതാണ്. അപ്പോ ചേട്ടന് 10 വയസ്സുള്ള ഒരു സമയത്ത് ചേട്ടന്റെ കൂട്ടുകാർക്കെല്ലാം അനിയന്മാരുണ്ട്, അനിയത്തികളുണ്ട്. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീല് വന്നു. അങ്ങനെ ചേട്ടന്റെ ഡിമാൻഡ് പ്രകാരം ഉണ്ടായ പ്രോഡക്റ്റ് ആണ് ഞാൻ. ഓക്കെ. അപ്പൊ അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നേ? അച്ഛന്റെ പേര് രാധാകൃഷ്ണൻ. അച്ഛനൊരു റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. അമ്മ ഒരു ടൈപ്പിസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ ഇപ്പൊ റിട്ടയർ ചെയ്തു. അപ്പോ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ട്രിവാൻഡ്രത്തായിരുന്നു. കാരണം സെക്രട്ടേറിയറ്റിലായതുകൊണ്ട് തന്നെ നമ്മള് ജീവിച്ചതൊക്കെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോ സ്വന്തം നാടായ കൊല്ലം കടക്കലിലേക്ക് വന്നു. അവിടെ ഇപ്പൊ 2 വർഷമായിട്ട് അവിടെ താമസിക്കുന്നു. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ? നന്നായിട്ട് പോകുന്നു. അപ്പൊ ബിനുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ
പോരാടുകയാണോ അതോ മറ്റെന്തെങ്കിലും വഴിയാണോ? അല്ല, ഇതൊരു താൽക്കാലിക സെറ്റപ്പ് മാത്രമാണ്. കാരണം ഞാൻ MBA കംപ്ലീറ്റ് ആക്കിയിരുന്നു 2019. അപ്പൊ സാധാരണ MBA കംപ്ലീറ്റ് ആക്കുന്ന എല്ലാവരും എടുക്കുന്ന ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷനിൽ ഒരു ജോലിക്ക് പോകുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ ഞാൻ ചൂസ് ചെയ്ത മേഖല എന്ന് വെച്ചാൽ പ്ലേസ്മെന്റിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സാറ്റിസ്ഫാക്ഷനും തരുന്ന ഒരു സംഭവം സ്വന്തമായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് അതിനെ വിജയത്തിൽ എത്തിക്കുക എന്നുള്ള സംഭവമാണ്. ഇപ്പൊ ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക് മത്സരിക്കാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? 1 കോടി അടിച്ചെടുക്കണം എന്നുള്ളത് കൊണ്ടാണോ, അതോ വിജ്ഞാനം കുറച്ച് നാട്ടുകാർ അറിയട്ടെ എന്ന് തോന്നിയതുകൊണ്ടാണോ, അതോ ഈ സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണുക, ഇവിടെ ഒന്ന് മത്സരിക്കുക, കുട്ടേട്ടനെയും കുഞ്ഞിരാമനെയൊക്കെ ഒന്ന് പരിചയപ്പെടുക, എന്നോട് കുറച്ചു നേരം സംസാരിക്കുക, അതൊക്കെ എന്താണ് താങ്കളുടെ ഉദ്ദേശം? ഓക്കെ, മെയിൻ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നതിന്റെ പിന്നിൽ എനിക്കൊരു മെസ്സേജ് കൊടുക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കൽ ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആവും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതിനുവേണ്ടി എന്താ ശ്രമം നടത്തുന്നത് ഇപ്പം? ഇപ്പൊ ഞാൻ എന്റെ MBA കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്തുമായിട്ട് ചേർന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2019. അൺഫോർച്ചുനേറ്റ്ലി അത് രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഫസ്റ്റ് സെയിലൊക്കെ കിട്ടി തുടങ്ങിയ സമയത്താണ് നമ്മുടെ കൊറോണ വില്ലനായിട്ട് വരുന്നത്. അപ്പൊ അത് വന്ന സമയത്ത് പിന്നെ ട്രാവൽ ബാൻ വന്നു, നമുക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല, നമ്മൾ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ തൽക്കാലമായി നിർത്തേണ്ടി വന്നു. അപ്പൊ ഞാൻ MBA ചെയ്തത് IIM റായ്പൂർ ആണ്. അപ്പൊ അവിടെ പഠിച്ചതിന്റെ ഒരു നല്ലൊരു ലോണും ബാക്കിലുണ്ട്. തൽക്കാലത്തേക്ക് അതിന്റെ ഒരു മന്ത്ലി റീപേയ്മെന്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് സൈഡ് ബൈ സൈഡ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊണ്ടിരുന്നാലും പറ്റും. ഇന്നിപ്പോ ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നത്? അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ ഈ പറഞ്ഞ സംരംഭത്തില് എന്റെ കൂടെ അവന് ബിസിനസ് അറിയത്തില്ലായിരുന്നു. എന്റെ കൂടെ ഡിഗ്രി ടൈമിൽ എന്റെ കൂടെ പഠിച്ച എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ആര്യൻ. ഈ 3 പേരാണ് ഇന്ന് എന്റെ കൂടെ കമ്പാനിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് അച്ഛൻ അല്ലേ? അതെ, അതെ, അച്ഛനാണ്. അങ്ങയുടെ പേര്? രാധാകൃഷ്ണൻ. എവിടെയായിരുന്നു? ഞാൻ സെക്രട്ടേറിയറ്റിലായിരുന്നു. ജോയിന്റ് സെക്രട്ടറിയായിട്ട് റിട്ടയർ ചെയ്തു. എത്ര വർഷമായി റിട്ടയർ ചെയ്തു? 2010 റിട്ടയർ. അപ്പൊ അമ്മ? ഞാൻ സുജ, വട്ടിയൂർക്കാവ് CRT ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തു. ഇപ്പൊ റിട്ടയർഡ് ചെയ്ത് ഹസ്ബൻഡിന്റെ കൂടെ നാട്ടിൽ വന്നു. ഒറിജിനലി ഫ്രം കടക്കൽ. ഓക്കെ, അപ്പൊ രണ്ടുപേരും കടക്കലുകാരാണ്. കടക്കൽ നിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങി ബാക്ക് ടു കടക്കലായി. അതേ ഉള്ളൂ. താങ്കൾ? സാർ, എന്റെ പേര് ആര്യൻ. ആര്യന്റെ വീട് എവിടെയാ? എന്റെ വീട് വെഞ്ഞാറമൂടാണ് സാർ. ഞങ്ങൾ ഇവാനിയോസ് കോളേജിൽ ഡിഗ്രി ടൈമിൽ ഒരുമിച്ച് പഠിച്ചായിരുന്നു. ഓക്കെ. അന്ന് കണ്ട ഒരേപോലെയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു ഇന്ന് കണ്ടാലോ? അപ്പൊ ഞാൻ മുടിയൊക്കെ വളർത്തി ബിനുവിന്റെ ലുക്കിൽ നിന്ന് മാറി. അപ്പൊ ഇനി കച്ചവടമൊക്കെ പച്ച പിടിച്ചു കഴിഞ്ഞാൽ ലുക്ക് ആൻഡ് ഫീൽ വലിയ രീതിയിൽ മാറാൻ പോകില്ലേ? ഇവിടെ നിന്നാണ് നല്ലതാണ് പ്രതീക്ഷ. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വന്നു ഈ കച്ചവടത്തില്? ഞങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വേണ്ടി വന്നിട്ടുണ്ട്. വീട്ടുകാർ എന്തോ പറഞ്ഞു, അറിയാത്ത പരിപാടിക്ക് പോകണ്ടെന്ന് പറഞ്ഞോ? ചെറിയ രീതിയിൽ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ എനിക്ക് ബിനുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ബിനു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ബിനുവിൽ വിശ്വാസം. വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചതാ അല്ലേ? ഓക്കെ, താങ്കൾ ആരെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചു? എന്നെ തന്നെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇതിലേക്ക് വന്നത്. ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ ആരിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഇവിടെ ഫ്ലവേഴ്സിൽ നിന്ന് ഇതിന്റെ ഫസ്റ്റ് കോള് വരുന്ന സമയത്ത് ഞാനും ആര്യനും ഒരു കാറിൽ ഒരുമിച്ച് പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു നിമിത്തമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അന്ന് ആര്യൻ പറഞ്ഞൊരു സജഷനാണ്, അതായത് ഇൻ കേസ് ഇവിടെ വന്ന് എനിക്ക് 1 കോടി വിൻ ചെയ്യുകയാണെങ്കിൽ ആര്യന്റെ ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ചാല് ആര്യൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് വീട്ടിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അച്ഛാ, ഞാൻ നമ്മുടെ പറമ്പില് ഈ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ റബ്ബറൊക്കെ വെട്ടി നമുക്കൊരു ഹെലിപാഡ് പണിയേണ്ടി വരും. കാരണം ഞാൻ ഇവിടെ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങും. അത് വീട്ടിൽ പറഞ്ഞേക്കാണ്. അന്ന് ഹെലിപാഡ് ഉണ്ടാക്കേണ്ടി വരും. അവരെ അനുവദിക്കത്തില്ല. അത് നമുക്ക് നോക്കാം. പക്ഷെ 2019 പറഞ്ഞ കാര്യമാണ് അത്. അവൻ വീണ്ടും എന്റെ അടുത്ത് പറഞ്ഞത് ഫ്ലവേഴ്സ് ഈ പ്രോഗ്രാമിൽ നിന്ന് കോൾ വരുന്ന സമയത്താണ്. അതെ, അപ്പൊ ഫസ്റ്റ് ആഗ്രഹം തീർക്കാനുള്ളത് അവൻ ഒരു ദിവസത്തേക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് അടക്കമുള്ള കാശ് കൊടുക്കണം. അത് അവിടെ ചെന്ന് ഇറങ്ങണം. അതാണ്. ഒരു ഹെലിപാഡ് അവിടെ ഉണ്ടാക്കിയും വേണം. ആവും. ഓക്കെ, അപ്പൊ നല്ല കുട്ടേട്ടനെ പരിചയപ്പെട്ടല്ലോ. കുട്ടേട്ടനെ പരിചയപ്പെട്ടു. കുട്ടേട്ടൻ, നമസ്കാരം ബിനു. ഓക്കെ, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു. നന്നായിട്ട് മത്സരിക്കണം. തീർച്ചയായിട്ടും 1 കോടി രൂപ മേടിക്കണം. ഒരു കാര്യം കൂടി. എന്താ കുട്ടേട്ടാ? താങ്കളുടെ ഫ്രണ്ട് മിസ്റ്റർ ആര്യനോട് പറയണം, ആ ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ എന്നെ കൂടി കയറ്റണം. ഞാൻ ഇതുവരെ ഹെലികോപ്റ്ററിൽ കയറിയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ താങ്കൾക്ക് വേണ്ടിയിട്ട് എന്തായാലും അത് അവനോട് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നും പേടിക്കണ്ട കുട്ടേട്ടാ. അങ്ങനെയാണെങ്കിൽ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് മത്സരിക്കൂ. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ബിനു എടുക്കേണ്ടതുണ്ട്. അതായത് സാധാരണഗതിയിൽ ആൾക്കാർ 20 ചോദ്യങ്ങളിലൂടെ 1 കോടിയിൽ എത്തുക പതിവ്. എന്നാൽ വളരെ അപൂർവം ആൾക്കാർ 10 ചോദ്യങ്ങളിലൂടെ 1 കോടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ വളരെ വേഗത്തിൽ ഒരു എംപ്ലോയർ ആകാൻ തീരുമാനിച്ചുള്ള താൻ 10 ചോദ്യങ്ങളിൽ 1 കോടിയിൽ എത്തുന്നോ, അതോ പതുക്കെ കച്ചവടം രക്ഷപ്പെട്ട് 20 ചോദ്യങ്ങളിലൂടെ 1 കോടി എത്തുന്നുണ്ടോ? അതായത് 20 ചോദ്യങ്ങളാവുമ്പം 2 പിടിവള്ളി കുട്ടേട്ടന്റെ, 1 പിടിവള്ളി ആര്യൻ ആൻഡ് കുടുംബം, പിന്നെ അവസാനം എന്റെ പിടിവള്ളി, ലാസ്റ്റിലെ കലാശക്കൊട്ട്. അപ്പൊ താങ്കൾക്ക് ഏത് വേണം? ഇവിടെയാണ് 1 പിടിവള്ളി ഇല്ല. മനസ്സിലായി. ഒറ്റയ്ക്ക് പോരാടണം. നോ ആര്യൻ. അതെ. ഓരോ ചോദ്യത്തിനും 10 ലക്ഷം. 10 × 10 1 crore. അതെ. ഓക്കെ, അപ്പോ നമുക്ക് പയ്യെ പോകുന്ന റൂട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. ഇല്ല. നമുക്ക് ഒന്ന് വേഗത്തിൽ പോയി നോക്കാം.
വേഗത്തിൽ പോവാം. അതെ, പിടിവള്ളിയില്ല, പിടിവള്ളിയില്ല. റിസ്ക് അതിനകത്തുണ്ട്. റിസ്ക് ആണ്. റിസ്ക് എടുത്ത് ഈ ജീവിതത്തിൽ പല പല റിസ്കുകൾ എടുത്തിട്ടുണ്ട്. അതിപ്പോ ഇവിടെ വന്ന് ഞാൻ ആ ഒരു തീരുമാനം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ റിസ്ക് എടുക്കാൻ ധൈര്യമാണ്. ആ റിസ്ക് എടുക്കാനുള്ള ആത്മവിശ്വാസത്തെയും ധൈര്യത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു സർ. പക്ഷേ ഈ ഡയറക്റ്റ് ആയിട്ട് 1 കോടി കളിക്കുമ്പോൾ, അതായത് 10 ചോദ്യങ്ങൾക്ക് 10 ലക്ഷം വീതം 1 കോടി കളിക്കുന്ന സമയത്ത് ആ കളി ഇവിടെയല്ല നടക്കുന്നത്. 6ാം ലെവലിലാണ്. കാര്യം 1 കോടിക്ക് സ്ട്രേറ്റ് അല്ലേ കളിക്കുന്നത്. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് പോയാലോ? തീർച്ചയായിട്ടും. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാൻ, താങ്കൾ ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ പോവാം. ഓക്കെ. കുട്ടേട്ട ഹാർട്ട് ബീറ്റ് വലിയ പ്രശ്നമൊന്നുമില്ല. 1 കോടിക്ക് നേരിട്ട് കളിക്കുന്നതിനോടുള്ള ടെൻഷനൊന്നും താങ്കൾക്കുള്ളതായിട്ട് തോന്നുന്നില്ല. 96 ഉള്ളി. റെഡിയാണല്ലോ? റെഡിയാണ്. അപ്പൊ കുട്ടേട്ടനായിരിക്കും നമ്മളെ 1 കോടിയുടെ കളിയുടെ കളത്തിലേക്ക് കൊണ്ടുപോവുക. കുട്ടേട്ട, ലെവൽ 6. അപ്പൊ നമ്മൾ 6ാമത്തെ ലെവലിൽ കുട്ടേട്ടൻ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം 10 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മോണിറ്റർ പ്ലീസ്. ബിനു, LED-യിലെ ഒരു സ്റ്റില്ല് വരും. 10 ലക്ഷത്തിന്റെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യമാണ്. വളരെ ആലോചിച്ച് ഉത്തരം പറയണം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇതൊരു ഫ്ലാഗ് ആണ്. ചോദ്യം ഇതാണ്: ഏത് രാജ്യത്തിൻ്റെതാണ് ഈ ഫ്ലാഗ്? ഏത് രാജ്യത്തിൻ്റെതാണ് ഈ പതാക? ഓപ്ഷൻ എ ടോഗോ, ഓപ്ഷൻ ബി ബറുണ്ടി, ഓപ്ഷൻ സി ഐവറി കോസ്റ്റ്, ഓപ്ഷൻ ഡി അങ്കോള, ഓപ്ഷൻ ഇ നൈജർ. ഒരു ദേശീയ പതാകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ചെയ്യണം എന്ന് അമ്മ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓപ്ഷൻസ് ഉറക്കെ ഒന്ന് വായിച്ചു നോക്കാം, മനസ്സിൽ പറയാണ്ട്. അപ്പൊ ഞാൻ അതൊന്ന്. അമ്മ പറഞ്ഞോ? അതെ, അമ്മ പറഞ്ഞൊരു ടിപ്പാണ്. അതെന്താണ് അമ്മ അങ്ങനെ പറയാൻ കാര്യം? ഇങ്ങനെ നോക്കിയെന്നാൽ ചിലപ്പോ കണ്ണ് വേറെ അതുകൊണ്ട് ഉറക്കെ വായിച്ചു നോക്കണം അല്ലേ? നോക്കിയാൽ അത് ശരിയാണെങ്കിൽ അപ്പോഴത്തന്നെ അറിയാൻ പറ്റും. ഓപ്ഷൻ എ ടോങ്കോ, ഓപ്ഷൻ ബി ബറുണ്ടി, ഓപ്ഷൻ സി ഐവറി കോസ്റ്റ്, ഓപ്ഷൻ ഡി അങ്കോള, ഓപ്ഷൻ ഇ നൈജർ. ഓക്കെ, ഓപ്ഷൻ സി ഐവറി കോസ്റ്റ് അല്ല. അല്ല, ഞാൻ എന്നോട് സ്വയം സംസാരിച്ചതാണ്. നമ്മുടെ ദേശീയ പതാകയുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെ അതെ. ഓക്കെ സാർ, നമുക്ക് ഓപ്ഷൻ ബി ബറുണ്ടി കൂട്ടാം. ഓപ്ഷൻ ബി ബറുണ്ടി. അതെ, ഓപ്ഷൻ ബി ബറുണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ സർ. കൂട്ടാമോ? കൂട്ടാം സർ. കൂട്ടാമല്ലോ? കൂട്ടാം. പൂട്ടി. ബറുണ്ടി ഞാൻ പൂട്ടി. അപ്പൊ താങ്കൾക്ക് ഈ ഉത്തരം ശരിയായിരിക്കുമെന്ന് ആത്മവിശ്വാസം ഉണ്ടോ? ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട്. എന്റെ ഹാർട്ട് ബീറ്റ് പതുക്കെ കൂടുന്നത് എനിക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. അമ്മയാണല്ലോ ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തത്. അതായത് ഈ ഉത്തരങ്ങൾ ഒന്നുകൂടി വായിച്ചു, ഒച്ചത്തിൽ വായിച്ചിട്ട് വേണം പറയാൻ. അങ്ങനെ തന്നെ വായിച്ചു മകൻ. അമ്മയ്ക്കത് എന്തോ തോന്നുന്നു ഇപ്പോ? ശരിയാണ്, ഉത്തരം ശരിയാണ്. അച്ഛനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ആര്യനോ? അറിയില്ല. ഇന്ത്യൻ ദേശീയ പതാകയുമായിട്ട് ഭയങ്കര ബന്ധമാണ് ഈ പതാകയ്ക്ക്. അശോക ചക്രം മാത്രം ഇതിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ബിനു ആർ, താങ്കൾ ഒരു എംപ്ലോയർ ആകാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയിലാണെന്ന് എനിക്കറിയാം. ഭാവിയിൽ അങ്ങനെ ഒരു എംപ്ലോയർ ആയി താങ്കൾ മാറിയെന്നും വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ ബെറുണ്ടിയാണ്. ഓപ്ഷൻ ബി ആയിരുന്നു താങ്കൾ പറഞ്ഞ ഉത്തരം. ഞാൻ എങ്ങനെ പറയും എന്നുള്ളതാണ് എന്റെ പ്രശ്നം. നെഞ്ചടിക്കുന്നു. ഇപ്പൊ ഹാർട്ട് ബീറ്റ് നോക്കിയാൽ നല്ലൊരു. ഇപ്പൊ വേണേ ഹാർട്ട് ബീറ്റ് നോക്കാം നമുക്ക്. കാര്യം ഹാർട്ട് ബീറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയാം. നമ്മളിപ്പോ ബിസിനസ്സിൽ ചിലപ്പോൾ ഉയർച്ച താഴ്ചകളൊക്കെ വരില്ലേ? അപ്പോ അല്ലേ? അപ്പോ കുട്ടേട്ട ഹാർട്ട് ബീറ്റ്.
എന്നാലും വലിയ പ്രശ്നമല്ല, കാരണം ഇവിടെ വരുന്ന ചില ആൾക്കാരൊക്കെ 200 ടച്ച് ചെയ്യാൻ പോയിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ 131 എന്ന് പറയുന്ന അത്രയും വലിയൊരു സംഭവമല്ല. അതെ, ബിസിനസ്സിൽ ചിലപ്പോ നമുക്ക് പല സമയത്തും ഹേർഡിൽസ് വരുമല്ലോ. അപ്പൊ മേ ബി അത് ഓൾറെഡി വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഒരു 131 നിൽക്കുന്നത്. 200 പോവാണ്ട് നമുക്ക് നോക്കാം. താങ്കൾ ഈ ബെറുണ്ടിയുടെ പതാക കണ്ടിട്ടുണ്ടോ? ശരിക്കും കൺഫ്യൂഷൻ ഉണ്ട് സർ, പക്ഷേ ബി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും വിശ്വസിക്കുന്നു അല്ലേ? 100% ഷുവർ ആയിട്ട് എനിക്ക് അറിയില്ല. ഇല്ല, പക്ഷേ എന്നാലും ഈ വൈകിയ വേളയിലും നമ്മൾ അതിൽ വിശ്വസിക്കാനാണ് താല്പര്യം. തീർച്ചയായും. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബെറുണ്ടിയാണ് താങ്കൾ പറഞ്ഞ ഉത്തരം. ബിനു, പ്രിപ്പയർ ഫോർ എ ഷോക്ക്. 10 ലക്ഷത്തിന്റെ ചോദ്യമായിരുന്നു. ആദ്യത്തെ ചോദ്യമാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നൈജർ ആണ് ശരി ഉത്തരം. നൈജറിന്റെ പതാകയാണ് താങ്കൾ കണ്ടത്. ഇന്ത്യൻ ദേശീയ പതാകയുമായിട്ട് വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അശോക ചക്ര ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ സർ, കുഴപ്പമില്ല. അപ്പം UN വളർച്ചാ പട്ടികയിൽ ഏറ്റവും പിറകെ നിൽക്കുന്ന 189 രാജ്യങ്ങളിൽ 189ാമത്തെ സ്ഥാനമാണ് ഈ നൈജറിനുള്ളത്. അതാണ് അതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോ എനിക്ക് ഒരുപക്ഷെ ഈ ജീവിതത്തിൽ ഈ പതാക നമ്മൾ മറക്കില്ല. ഈ നൈജർ എന്ന് പറയുന്ന രാജ്യം, കാര്യം നമ്മുടെ 10 ലക്ഷം കൊണ്ട് കളഞ്ഞ രാജ്യമാണ് അല്ലേ? അപ്പൊ ഇതൊന്നും പക്ഷേ താങ്കളെ നിരാശപ്പെടുത്താൻ പാടില്ല. താങ്കൾ ആത്മവിശ്വാസമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്നാണ് എന്റെ വിശ്വാസം. ആര്യൻ ഇതിന്റെ ഒരു ധൈര്യത്തിലാണ് താങ്കളുടെ കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി താഴോട്ട് പോകുന്നു. കുട്ടേട്ടാ, ലെവൽ 1. ബിനു, ഇപ്പോ പ്രേക്ഷകരോട് ആദ്യമേ തന്നെ വിട പറയേണ്ടി വന്നു. അതൊരു നിർഭാഗ്യകരമായ സാഹചര്യമാണ്. അപ്പോ താങ്കൾ ഈ അവസരത്തിൽ എന്താ പ്രേക്ഷകരോട് പറയുന്നത്? അല്ല, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും റിസ്ക് എടുക്കാൻ തയ്യാറായി ഇരിക്കുക. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്. ഒരു പരാജയമൊന്നും താങ്കളെ തളർത്തില്ലല്ലോ. ഇല്ല, നമ്മൾ ഇതൊരു മത്സര വേദിയാണ്. പിന്നെ ഈ വരുന്ന ചോദ്യം ചിലപ്പോ നമുക്ക് അറിയാവുന്നതാവാം, ചിലപ്പോൾ തെറ്റാവുന്നതാവാം. അതൊരു ഭാഗ്യത്തിന്റെ അംശം വളരെ കൂടുതൽ. ഇത് ലോട്ടറി എടുക്കുന്ന പോലെയാ. അതെ, തീർച്ചയായിട്ടും. ചിലപ്പോൾ താങ്കൾക്ക് അറിയാവുന്ന നിസ്സാരമായ ചോദ്യമാണ്. ഈ പതാക അറിയാൻ വരുന്ന ചോദ്യം നിസ്സാരമാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ വിഷമൊന്നും ഇല്ലാതെ കടക്കിലേക്ക് മടങ്ങി പോവാം. തീർച്ചയായിട്ടും സർ. ഓക്കെ, കടക്കലിലെ വ്യവസായം നടത്തി വിപ്ലവം ഉണ്ടാക്കാം. കടക്കിൽ പണ്ടൊരു വിപ്ലവം ഉണ്ടായിരുന്നു. അത് കൂടാതെ കടക്കിലെ വിപ്ലവം, അത് കൂടാതെ പുതിയൊരു വ്യവസായ വിപ്ലവം ഉണ്ടാക്കാം. ഓക്കെ, അങ്ങോട്ട് നിന്നാൽ നമുക്ക് യാത്ര പറയാൻ സമയമായി. ഓക്കെ, വളരെ സന്തോഷം താങ്കളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ ബിനു. അപ്പോൾ താങ്കൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ. ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു ബിനു ആർ ഫോർ പാർട്ടിസിപ്പേഷൻ ദ ഫ്ലവേഴ്സ്. ഒരു കോടി. അപ്പോൾ താങ്ക് യു. താങ്കളുടെ വിജയത്തിന്റെ വഴി കടക്കിലേക്ക് ഇതാണ്. അതെ, ഓക്കെ. പ്രേക്ഷകർക്ക് അറിയും പോലെ ഇതൊരു കടുത്ത മത്സരത്തിന്റെ വേദിയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഭാഗ്യം തുണച്ചില്ല എന്ന് വരാം. കടക്കിൽ നിന്ന് വന്ന ബിനുവിന്റെ കാര്യം അത്രയേ ഉള്ളൂ. നമ്മൾ മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. എന്റെ ചോദ്യ പുസ്തകം ഞാൻ വീണ്ടും തുറക്കുന്നു. വരുന്നു എന്നോട് ഏറ്റുമുട്ടാൻ മലപ്പുറത്തെ അരീക്കോട് നിന്ന് ഷഹല കെ. വായനയുടെ സ്വപ്നച്ചിറകുകളിൽ അറിവിന്റെ ആകാശങ്ങളാണ് മലപ്പുറം സ്വദേശിനി ഷഹലയുടെ ലക്ഷ്യം. അരീക്കോട് പയ്യപ്പുള്ളി വീട്ടിൽ ബാപ്പ ഷൗക്കത്ത് അലിക്കും ഉമ്മ സലീനയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം ചേരുന്ന ഈ കുടുംബ സംഗമമാണ് ഷഹലയുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ. സഹോദരിമാരായ ഷിമില, ഷഹ്മ എന്നിവരും സഹോദരൻ മുഹമ്മദ് സിനാനും ഷഹലയുടെ നേട്ടങ്ങളുടെ കൂട്ടുകാരായി വീട്ടിലുണ്ട്. അടുത്ത സുഹൃത്തായ ആദരയുടെ ആശംസകളുമുണ്ട് അറിവിന്റെ യാത്രകളിൽ ഷഹലയ്ക്ക് കൂട്ടായി. വടകര എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് വിദ്യാർത്ഥിനിയാണ് കൂലിപ്പണിയിലൂടെ കുടുംബം പുലർത്തുന്ന ഷൗക്കത്ത് അലിയുടെ മകൾ. പുസ്തകങ്ങളോടെന്ന പോലെ പ്രകൃതിയോടും സൗഹൃദം കൂടാൻ ഇഷ്ടമാണ് ഈ ബിടെക് വിദ്യാർത്ഥിനിക്ക്. തട്ടമിട്ട പ്രതീക്ഷകളും കണ്ണടയ്ക്കപ്പുറത്തെ കണ്ണുകളിൽ തെളിയുന്ന ആത്മവിശ്വാസവുമായി അറിവിന്റെ വേദിയിലേക്ക് മലപ്പുറം അരീക്കോട് നിന്നും ഷഹ്ല കെ. ഹായ് ഷഹല. കുട്ടേട്ടൻ പേടിച്ചു പോയി കേട്ടോ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പേടിക്കില്ല. അല്ലേ കുട്ടേട്ടൻ എന്നാലും കണ്ടപ്പോ ഒന്ന് ജസ്റ്റ് എന്താ ഒന്ന് കാണിച്ചു ഷഹലെ. അങ്ങനെ
ഓക്കെ, കുട്ടേട്ട അങ്ങനെയൊന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ കുട്ടേട്ടൻ തിരിച്ച്? പിന്നെ തീർച്ചയായിട്ടും കാണിക്കാം. ആ. ഹലോ ഷഹല. കുട്ടേട്ട എന്താ ഷഹലയ്ക്ക് ഒരു ആശംസയൊക്കെ കൊടുക്കൂ, എന്നിട്ട് നമ്മള് മത്സരത്തിലേക്ക് കയറാൻ പോവാണ്. എനിക്ക് ഷഹല എന്ന് വിളിക്കാനല്ല ഇഷ്ടം, എനിക്ക് മീനു എന്ന് വിളിക്കാനാണ് ഇഷ്ടം. ഓക്കെ കുട്ടേട്ട, അങ്ങനെ വിളിച്ചോളൂ. തീർച്ചയായിട്ടും മീനുക്കുട്ടി എന്ന് വിളിക്കാം. ഓക്കെ, അത് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, അങ്ങനെയുള്ള പേരുകൾ വിളിക്കാം. നല്ല പേരല്ലേ ബോസ് മീനുക്കുട്ടി? തീർച്ചയായിട്ടും മീനുക്കുട്ടി എന്ന് പറയും. മീനുക്കുട്ടി ലാലേട്ടന്റെ പടത്തിൽ എങ്ങനെയുണ്ടെന്ന് തോന്നുന്നല്ലേ? ഏ ഓട്ടോയ്ക്കകത്ത് ആ മീനുക്കുട്ടി എന്ന് വിളിച്ച് ഒരു തിയേറ്ററിൽ വിളിച്ചാൽ അടുത്ത തിയേറ്റർ വരെ കേൾക്കും. അതായിരുന്നു മീനുക്കുട്ടി, കുട്ടി 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 കുട്ടി. ഷഹലയുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മീനു. ഓ നന്നായി, താങ്ക് യു കുട്ടേട്ടാ. അപ്പോ ഷഹല ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഏതാ എടുത്തിരിക്കുന്ന ഓപ്ഷൻ? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ തലയാണിത് അല്ലേ? ഏത് സെമസ്റ്ററിലായി ഇപ്പോ? ഞാൻ ഇപ്പൊ ഫൈനൽ ഇയർ ആണ്, S7 സെമസ്റ്റർ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര അല്ലേ? അപ്പൊ അത് സർക്കാർ കോളേജാണോ? അതെ സർ, ഗവൺമെന്റ് കോളേജാണ്. എൻട്രൻസ് എഴുതി കിട്ടിയതാണ്, മിടിക്കുകയാണ്. ഓക്കെ, ഷഹല എഞ്ചിനീയർ ആവാൻ തീരുമാനിച്ചതിന് പോയതാണോ അതോ വീട്ടുകാരെ സമ്മർദ്ദപ്പെടുത്തി അതാക്കിയതാണോ? അല്ല, എഞ്ചിനീയറിംഗ് എന്റെ ഇഷ്ടത്തിന് എടുത്തതായിരുന്നു. ഫസ്റ്റ് എനിക്ക് മെഡിക്കൽ കിട്ടണം എന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി റിപ്പീറ്റ് ചെയ്തു. പിന്നെ അത് എനിക്ക് ഡോക്ടറാണോ ഇഷ്ടം? അങ്ങനെ ആയിരുന്നു മനസ്സിൽ. എന്താ കാര്യം? അത്യാവശ്യം 10 പുത്തനുണ്ടാക്കാന്നുള്ള ആഗ്രഹമാണോ അതോ നാട്ടിലെ രോഗികളെയൊക്കെ സഹായിക്കണം എന്നുള്ള ആഗ്രഹമാണോ? അതായിരുന്നു മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പം പിന്നെ വീട്ടില് അങ്ങനെ ആകാന്നുള്ള രീതിക്ക് മീൻസ് നമ്മളെ ഫീഡ് ചെയ്ത് കുത്തിക്കയറ്റി. അപ്പൊ ഓക്കെ ആയേക്കാം, വേറെ ഇന്നതാവണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും അപ്പൊ മനസ്സിലില്ലായിരുന്നു. സോ റിപ്പീറ്റ് ചെയ്തപ്പോ മനസ്സിലായി ഇത് എനിക്ക് പറ്റുന്ന പണിയല്ല, സിംഹക്കൂട്ടിലാണ് കയറിപ്പെട്ടത് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഏതായാലും കയറി, പക്ഷെ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നിർത്തിപ്പോകാം എന്നുള്ള രീതിക്കായി. നിർത്തിപ്പോകാൻ തീരുമാനിച്ചു. വീട്ടില് പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല. അത്രയും ക്യാഷ് ഒക്കെ കൊടുത്ത് കയറ്റിയതല്ലായിരുന്നു ഹോസ്റ്റലിലൊക്കെ. അപ്പോ അവര് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഹോസ്റ്റലിലേക്ക് പോകേണ്ടി വന്നു. പിന്നെ എനിക്ക് അവിടെ തീരെ പറ്റാതെ ആയപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് തീരെ പറ്റില്ല, ഞാൻ നിർത്തുകയാണ്, ഞാൻ ഈ പോകുന്നേ ഇല്ല, വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അത് അവർക്ക് ബുദ്ധിമുട്ടായി. വിഷമായ സമയത്ത് ഡേ സ്കോളർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ചേർത്തി. അങ്ങനെ ഞാൻ ഡേ സ്കോളർ ആയിട്ട് പോയി ഫസ്റ്റ് ടൈം. എന്തോ നിർഭാഗ്യവശാൽ കിട്ടിയില്ല, മെഡിക്കൽ കിട്ടിയില്ല. പിന്നെ ഞാന് മെഡിക്കൽ കിട്ടിയില്ല, ഓക്കെ ഡിഗ്രിക്ക് ചേരാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത് 90% മാർക്കൊന്നും അല്ല എന്നുള്ളത്. ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ പാടാണെന്ന്. +2 90% മാർക്കൊക്കെ വാങ്ങിച്ചത് വെറുതെ ആണെന്ന് മനസ്സിലായി. അപ്പൊ എവിടെയും കിട്ടുന്നില്ല. ഞാൻ സയൻസ് വിഷയങ്ങളായിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ്. ഇതൊന്നും കിട്ടുന്നില്ല. സയൻസ് മാത്രമല്ല 95 ഉള്ള ബികോം പോലും കിട്ടത്തില്ല. എവിടെയും കിട്ടുന്നില്ല. ലാസ്റ്റ് കൊറേ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് BBA കിട്ടി. ആ സമയത്ത് BBA ജോയിൻ ചെയ്തു. പിന്നെ വീണ്ടും പ്രഷർ ചെയ്തു എഴുതി. അല്ല, വീണ്ടും പ്രഷർ ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്തു, സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്തു. എനിക്ക് അറിയത്തില്ല ഞാൻ വീണ്ടും എന്തിനാ അവിടെ തന്നെ പോയി പെട്ടത് എന്ന്. വീണ്ടും ഒരു തവണ എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും ഞാൻ അവിടെ തന്നെ പോയി പെട്ടു. റിപ്പീറ്റ് ചെയ്തു, അതും കിട്ടിയില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു ഓക്കെ കിട്ടിയില്ല, ഇനി എന്റെ ഇഷ്ടത്തിന് ജീവിക്കാം, എനിക്ക് ഏതാണോ കോഴ്സ് പഠിക്കാൻ പറ്റും തോന്നുന്നത് അത് എടുക്കാമെന്ന് വിചാരിച്ചു. എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ. നന്നായി, എന്തായാലും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നു. അപ്പൊ ഇന്നിപ്പോ വീട്ടിൽ നിന്ന് ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നത്? വീട്ടിൽ നിന്ന് ഉമ്മ, ഉപ്പ, അനിയത്തിയാണ് വന്നിട്ടുള്ളത്. അനിയത്തി വന്നിട്ടുണ്ട് അല്ലേ? അതെ സർ. അപ്പൊ നിങ്ങൾ എത്ര പേരാ? ഞങ്ങൾ 5 മക്കളാണ്. ഉപ്പാന്റെ പേര്? ഷൗക്കത്ത് അലി. എന്തുവാ മലപ്പുറത്ത് അരീക്കോട്ട് പരിപാടി എന്തൊക്കെയാ? പരിപാടി അങ്ങനെ പോകുന്നു. അല്ല ജീവിച്ചു പോയ എന്തെങ്കിലുമൊക്കെ പരിപാടി വേണ്ടേ? അങ്ങനെ കൂലിപ്പണിയുടെ ഏർപ്പാടൊക്കെ കൂലിപ്പണിയൊക്കെ അത്യാവശ്യം ഈ കോവിഡ് ആയപ്പോ ആകെ ബുദ്ധിമുട്ടായി കാണുമല്ലോ അല്ലേ? ഇപ്പൊ കോവിഡ് ഒക്കെ ഒന്ന് മാറി പണിയൊക്കെ തുടങ്ങിയോ? പണി ഇപ്പൊ കമ്മിയാണ്. പണി ബിസിനസ് ഒക്കെ പൊട്ടിപ്പോയി. ഓക്കെ, അപ്പൊ ഈ കോവിഡ് ഒക്കെ ഒന്ന് മാറി തെക്കൻ കേരളത്തിൽ കുറച്ച് വെള്ളമൊക്കെ വന്നു, എന്നാലും കുഴപ്പമില്ല. വടക്കൻ കേരളത്തിൽ വലിയ പ്രശ്നമില്ല. അപ്പൊ അരിക്കോട്ടുകാരി അനിയത്തിയുടെ പേരെന്താ? ഷഹമ. ഓക്കെ, നല്ല കൂടിയ പേരാ, അത്ര എളുപ്പമൊന്നും മനസ്സിലാകത്തില്ല. ഷഹമ എന്താ ചെയ്യുന്നത്? ഞാൻ +2 പഠിക്കാം. ഏത് സ്കൂളില്? അരീക്കോട്. ഏത് സ്കൂളാ അത്? GHSS അരീക്കോട്. ആ സ്കൂളിന്റെ പേര് പറയുന്ന ആരെങ്കിലും പറഞ്ഞോ? കാര്യം സ്കൂളിൽ തിരിച്ചു ചെല്ലുമ്പോ എല്ലാരും ചോദിക്കില്ലേ എന്താ ഞങ്ങളുടെ സ്കൂളിന്റെ പേര് പറയാഞ്ഞെന്ന് ചോദിക്കില്ലേ? ഷഹമ മിടിക്കാണോ പഠിക്കാൻ? കുഴപ്പമില്ല. മാനേജ് ചെയ്ത് പോവാം അല്ലേ? ഉമ്മയുടെ പേരെന്താ? സെലീന. ഓക്കെ, അപ്പൊ ഇയാൾ എങ്ങനെയാ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് കാര്യം? കുഴപ്പമൊന്നുമില്ലല്ലോ, മത്സരിക്കാനൊക്കെ നല്ല കരുത്തൊക്കെ ഉള്ള ആളല്ലേ? 1 കോടി അടിച്ചോണ്ട് പോവോ? സാധ്യതയുണ്ടോ? അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ അയാളോട് ചോദിക്കാൻ കാര്യങ്ങൾ. 1 കോടി അടിച്ചു മാറ്റുവോ?
അറിയില്ല സർ, ശ്രമിക്കാം. ഓക്കെ. അപ്പൊ ഈ മത്സരത്തിലേക്ക് വരും ഏറ്റവും അടുത്ത കൂട്ടുകാരി ആരാ? രണ്ടുപേരുണ്ട്, കാവ്യ, ആതിര. കാവ്യയും ആതിരയും. ഇതില് ശുംഭത്തി ആരാ? എപ്പോഴും സംസാരിക്കുന്ന ആള്? കുറുമ്പി. ആതിരയാണ് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശകല, നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം അറിയാമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ ഒരു സുഹൃത്ത് ഇപ്പൊ പോയതേ ഉള്ളൂ, നമ്മുടെ കടക്കലെ ബിനു. അപ്പൊ ഇനി താങ്കൾ ആണ് രണ്ടാമത്തെ ഊഴം. താങ്കൾ നേരിട്ട് കളിക്കുന്നു അതോ 20 ചോദ്യങ്ങളുടെ പതുക്കെ പോകുന്നു? പതുക്കെ പോവാൻ സർ. നേരിട്ട് പോയാലോ? കടക്കൽ വഴി പോയാലോ? വേണ്ട സർ, നമുക്ക് അരീക്കോട് വഴി പോയാൽ മതി. സ്വന്തം കാലിൽ നിന്ന് തന്നെ പഠിക്കണം, സ്വന്തം അധ്വാനത്തിൽ പൈസ ഉണ്ടാക്കി പഠിക്കണം, സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്, അപ്പൊ അതല്ലേ ഉപ്പയുടെ നിന്ന് വാങ്ങണം എന്നൊക്കെ ശകലൊക്കെ തീരുമാനിക്കാൻ ഈ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ എന്തെങ്കിലും സംഭവം ഉണ്ടായോ ജീവിതത്തില്? ഉണ്ടായിട്ടുണ്ട് സർ. ഞാൻ +2 വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. പിന്നെ 10ാം ക്ലാസ് വരെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ ചെലവൊന്നും വന്നിട്ടില്ല. ഗവൺമെന്റ് തന്നെ ആയിരുന്നല്ലോ, പെൺകുട്ടികളായതുകൊണ്ട് തന്നെ കുറെ ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ +2 ഞാൻ എൻ്റെ ഒരു താല്പര്യപ്രകാരം മെഡിസിൻ അങ്ങനെ പോകണം എന്നായിരുന്നു +2 കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഒരു റേസ് എന്ന് പറയുന്ന അരീക്കോടുള്ള ഒരു സ്ഥാപനത്തിലായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് 10th നല്ല മാർക്ക് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് പ്രകാരം ഇപ്പൊ ഈ പാലയിലൊക്കെ കണ്ടിട്ടില്ല സർ, നമ്മള് +1 +2 സ്കോളേഴ്സ്, അതുപോലെയുള്ള നാട്ടിലെ സ്കൂളിൽ ചേർന്നു. അപ്പൊ അവിടെ ഫീസ് ഉണ്ട്, കുറച്ച് ഫീസ് കൊടുക്കണല്ലോ. അപ്പം ഫസ്റ്റ്ലി എനിക്ക് ഫുൾ A+ കിട്ടിയ കാരണം ഫസ്റ്റ് ഇയറിൽ 20,000 അടിച്ചാൽ മതിയായിരുന്നു. സെക്കൻഡ് ഇയറിൽ +2 വരുന്ന സമയത്ത് 25,000 വേണമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ട്യൂഷൻ ഏതായാലും പോകണം, നമുക്ക് +1 +2 സയൻസ് ആണല്ലോ എടുത്തത്, വലിയ ഈസി ഒന്നും അല്ലല്ലോ പഠിച്ചെടുക്കാനും. അപ്പൊ ഞാനിങ്ങനെ കണക്ക് കൂട്ടി, ട്യൂഷൻ അത്ര വേണ്ടി വരും, ഇത്ര വേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചാ. അപ്പൊ ഇവിടെ ചേർന്നാലും കുഴപ്പമൊന്നുമില്ല, അതിന്റെ ഒരു 5 അല്ലെങ്കിൽ 2-3 കൂടുതൽ വരുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ ചേർന്നു. പക്ഷേ നമ്മൾക്ക് എന്റെ ഇഷ്ടത്തിന് ചേർന്നതാണെങ്കിലും എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ അധികമായിട്ട്. കോളേജിൽ ചേരുന്നതിന് മുമ്പൊക്കെ ആയിട്ടായിരുന്നെങ്കിൽ ഉമ്മയുടെ ഏട്ടൻ, സോറി അനിയൻ സഹായിച്ചിട്ടുണ്ട്. ആയിരുന്നു. അപ്പം അവരായിരുന്നു അന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അത് എപ്പോഴും പറയായിരുന്നു. കാരണം നമ്മൾ അങ്ങനെയല്ല സർ, നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചേർന്നതാണെങ്കിൽ കൂടെ നമ്മൾ പൈസക്ക് പഠിക്കുമ്പോൾ വേറെ ആരും ഒന്നും പറയില്ലല്ലോ. നമുക്ക് മാർക്ക് കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നേടിയിട്ടില്ലെങ്കിലും. പക്ഷെ വേറൊരാളുടെ പൈസക്ക് പഠിക്കുമ്പോൾ അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ആ കുട്ടി ഇങ്ങനെയാകും, അല്ലെങ്കിൽ അതിനൊത്ത് നമുക്ക് വളരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചീത്തതല്ല, അവര് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും സർ. കാരണം നമുക്ക് തന്നെ മനസ്സിലുണ്ടാവും എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാണ്, ഞാൻ കാരണമാണല്ലോ ഇവിടെ ചേർന്നത്, ഞാൻ പൈസ ഇത്ര, എനിക്കൊന്നും കൂടെ ആലോചിച്ചാൽ മതിയായിരുന്നു, ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ട്യൂഷന് പോവാണെങ്കിലും ഈ പൈസയൊക്കെ വേണ്ടി വരും, അത് അവർക്ക് അറിയില്ലല്ലോ. അപ്പം ആ ഒരു സമയത്തൊക്കെ അവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്ക് ടെൻഷൻ ആവാറുണ്ട്. അവർ വിചാരിക്കുന്ന ആ ഒരു ഉയരത്തിൽ പഠിച്ചെത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെ ആവുമ്പം അതെന്റെ ലൈഫിൽ ആ പഠനത്തെയൊക്കെ ബാധിക്കാറുണ്ട് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശകല ഒരു തീരുമാനം എടുത്ത് സ്വന്തം അധ്വാനത്തിൽ തന്നെ സ്വന്തം കാലുകളിൽ നിന്ന് തന്നെ പഠിക്കണം. നല്ല തീരുമാനം. താങ്ക് യു സർ. കാരണം നമുക്ക് ആരോടും അങ്ങനെ ഒരു കടപ്പെടാതെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ വലിയൊരു കാര്യം. അത് വിദ്യാഭ്യാസമായാലും ജോലിയായാലും ഏത് കാര്യത്തിലായാലും പരസഹായം കൂടാതെ ഊന്നുവടിയൊന്നും ഇല്ലാതെ കടന്നു പോകാൻ പറ്റുവാണെങ്കിൽ വലിയ കാര്യമാണ്. ഓക്കെ, ഗോ ഹെഡ്. താങ്ക് യു സർ. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്നപ്പോ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല. ഹൃദയം ഇടിക്കുന്ന ഇടിപ്പ് എനിക്ക് കേൾക്കാം. ഒരു കൊച്ചു ഹൃദയമല്ലേ ഇത്, 1.5 ഹൃദയമാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? കുട്ടേട്ടനാണെങ്കിൽ വന്നാലുടൻ എന്നോടൊരു നോട്ടമുണ്ട്. ഇപ്പൊ ഒരു നോട്ടം നോക്കി, ആ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് അളന്നില്ലല്ലോ. മീനുക്കുട്ടിയുടെ എന്നാ പറഞ്ഞു, മീനുക്കുട്ടി ഹാർട്ട് ബീറ്റ്. കുഴപ്പമില്ല, 1 2 3 123 ഇപ്പൊ താഴെ വരും കേട്ടോ. നമ്മൾ ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയി നമ്മൾ പതുക്കെ പോന്നേ. നമ്മള് കടക്കൽ വഴി പോകുന്നില്ല, അരീക്കോട് വഴിയിലേ പോകുന്നുള്ളൂ. വടകര എത്തണം, അരീക്കോട് വഴി അല്ലേ? വടകര എത്തണം. അപ്പൊ നമ്മള് ഇനിയിപ്പോ നമുക്ക് അത്യാവശ്യം വെള്ളം കുടിക്കണം. കുഞ്ഞിരാമനെ ഒന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ കുഞ്ഞിരാമന് വിഷമമാണ്. കുഞ്ഞിരാമൻ എപ്പോഴും ഒരു കോംപ്ലക്സ് ഉണ്ട്, ഈ വലിയ 12 അടി നീളമുള്ള ഈ മനുഷ്യൻ കാരണം എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന്. കുഞ്ഞിരാമ, വെള്ളം. വെള്ളം കുടിക്കുക, നല്ല ശുദ്ധമായ വെള്ളം. കുഞ്ഞിരാമൻ സ്പെഷ്യലാണ്. പറയൂ കുട്ടേട്ടാ. ഈ പെൺകുട്ടികൾ വരുമ്പോൾ മാത്രമാണല്ലോ ബോസ് ഈ കുഞ്ഞിരാമനെ പൊക്കി പറയുന്നത്. എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം ബോസ് മറക്കുന്നു.
പെൺകുട്ടികൾ കുട്ടേട്ടനെ ആരാധിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പറയില്ല, ശകല എപ്പോ boss. വരുമെന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ കള്ളത്തരം പറഞ്ഞു, ഇക്കാരും ശകല വരുന്നുണ്ടാവൂല എന്ന്. ആണോ കുട്ടേട്ടാ? ഈ പെൺകുട്ടികളുള്ള ചുറ്റിക്കളി നിർത്തിക്കൊള്ളൂ കേട്ടോ. അങ്ങനെയല്ല, ഇവര് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജിയാണ്, എന്താണെന്ന് അറിയില്ല. ആ എനർജി വീട്ടിൽ വെച്ചിട്ട് വന്നാൽ മതി. ഇതൊരു മത്സര വേദിയാണ്. കുഞ്ഞിരാമ പൊയ്ക്കോളൂ. ശകല കമ്പ്യൂട്ടർ സയൻസിൽ എടുത്തിരിക്കുന്നു. അതെ സർ. ഇതേപോലെ ഒരു 2-3 റോബോട്ടിനെ നിർമ്മിച്ചു വന്ന എനിക്ക് കുഞ്ഞിരാമന്റെ കൂട്ട് 2-3 പേരുടെ കിട്ടിയതുള്ളൂ. ഈ കുട്ടേട്ടനെ ഒന്ന് മര്യാദ പഠിപ്പിക്കണത്. കുട്ടേട്ടന് കുറച്ച് അഹങ്കാരം, ഓരോ എപ്പിസോഡ് കഴിയുന്നതിന് ഈ അഹങ്കാരം കുറച്ച് കൂടി വരുന്ന സംശയം. എന്നെ നിർമ്മിച്ച കുട്ടേട്ടൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞ ഉടൻ തന്നെ എനിക്ക് 2 ചക്രം വെച്ച് എല്ലായിടത്തും ഓടി നടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. ചക്രം വെച്ച് കൊടുക്കാത്ത എന്തറിയോ, ഒരൊറ്റ ഓട്ടോ ഓടി അങ്ങ് പുറത്തു പോകും. ഈ കുട്ടേട്ടന്റെ സ്വഭാവമല്ലേ, പെൺകുട്ടികൾ വല്ല മത്സരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അതിന്റെ കൂടെ അങ്ങ് പോയാലോ നമ്മൾ ശരിയാവില്ല. അങ്ങനെ ഞാൻ പോകില്ല, എന്റെ ബോസിനെ വിട്ട് ഞാൻ എവിടെയും പോകില്ല. പക്ഷെ ഇവിടേക്കൊന്ന് ഓടി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേണ്ട ചക്രം കൂടെ വെക്കാത്ത കുഴപ്പമേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് വലിയൊരു പ്രശ്നമായിരിക്കുക കുട്ടേട്ടനെ കൊണ്ട്. ഇപ്പൊ ശകല താങ്കൾ റിലാക്സ്ഡ് ആണ് അല്ലെ? മത്സരത്തിലേക്ക് നമുക്ക് കടക്കാം അല്ലെ? ആർ യു റിലാക്സ്ഡ്? യെസ് സർ. ഓക്കെ ആണല്ലോ. യെസ് സർ. അപ്പൊ ചോദ്യങ്ങളെ കുറിച്ച് വല്ല പ്രതീക്ഷയുണ്ടോ? നോ സർ. ഉത്തരത്തെ കുറിച്ച് പ്രതീക്ഷിച്ചാൽ മതി. ചോദ്യം ഞാൻ ചോദിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. ഓക്കെ, അപ്പോ പ്രാർത്ഥിക്കുന്ന പരിപാടിയല്ലോ ഉണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത്. ആണല്ലേ? അതെ. ഉമ്മ വലിയ പ്രാർത്ഥനക്കാരിയാണോ? ഓക്കെ. അപ്പൊ നമുക്കിനി മോണിറ്റർ. ചോദ്യം ഇതാണ്, 10,000 രൂപയുടെ ചോദ്യമാണ്. ഏത് ജില്ലയിലാണ് മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി കണ്ണൂർ, ഓപ്ഷൻ ഇ വയനാട്. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. എനിക്ക് കൺഫ്യൂഷൻ ആയി. 2 ഓപ്ഷൻ കൺഫ്യൂഷൻ. ഏതൊക്കെയാ കൺഫ്യൂഷൻ ആകുന്നത്? തൃശൂർ, പാലക്കാട്. മലപ്പുറം അല്ല, കണ്ണൂരല്ല, വയനാടല്ല. അപ്പൊ സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു പാലക്കാടാണെന്ന്. പാലക്കാട്. യെസ് സർ. ആത്മവിശ്വാസം ഉണ്ടോ? യെസ് സർ. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. ഉറപ്പിക്കാം. ഉറപ്പിക്കട്ടോ? ഉറപ്പിച്ചോളൂ സർ. ഉറപ്പിക്കട്ടോ? മാന്യമഹാജനങ്ങളെ ഞാൻ ഉറപ്പിക്കാൻ പോകുന്നു. യെസ് സർ. അപ്പൊ പൂട്ടി, പാലക്കാട് പൂട്ടി. അപ്പൊ ഞാനും നിന്ന് ഇങ്ങനെ നിൽക്കാം. അപ്പോ ഓപ്ഷൻ ബി 10,000 രൂപയുടെ ചോദ്യം. താങ്കൾ പറഞ്ഞ ഉത്തരം ടെൻഷൻ വരുന്നോ? ചെറുതായിട്ട്. റിലാക്സ് ചെയ്യൂ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 10,000 രൂപ. ആരെ ഓർത്ത? കാവ്യാണോ ആതിരയാണോ? അല്ല സർ, ദൈവത്തെയാണ് പടച്ചോൻ തുണ. എനിക്ക് കൺഫ്യൂഷൻ ആയി എന്താന്നുള്ളത്. ഓക്കെ, പാലക്കാടാണ് മലമ്പുഴ അണക്കെട്ട്. അതെ, പിന്നെ 10,000 രൂപ. അപ്പോ സന്തോഷകരമായ ഈ നിമിഷം. താങ്കള് പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടോ? യെസ് സർ. എന്ത് ജോലിയാ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രിക് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് ഇന്റേൺ എന്നുള്ള പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ചായ കുടിക്കാനുള്ള കാശ് കിട്ടുമോ? മൊബൈലിൽ റീചാർജ് ചെയ്യാനുള്ളത് കിട്ടുന്നുണ്ട്. സന്തോഷം. ഓക്കെ. ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ച നിമിഷം ഏതാ? കുറെ നിമിഷങ്ങളുണ്ട്. ഏറ്റവും എപ്പോഴും ഓർക്കുന്നത് പെട്ടെന്ന് ചോദിക്കുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് സ്വന്തം പൈസക്ക്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസക്ക് നമ്മളെ പാരന്റ്സിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോ അത് വലിയൊരു സന്തോഷം. ഓ, വാങ്ങിച്ചു. ഉപ്പാക്കൊരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. ഈ പാർട്ട് ടൈം ജോലി ചെയ്ത് കിട്ടിയ പൈസ ഷർട്ട് വാങ്ങിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. അനിയത്തിക്കും വാങ്ങിച്ചു കൊടുത്തു ഒരു ടോപ്പ്. എന്റെ 2 അനിയത്തിമാർക്കും ഒരു ടോപ്പ് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഉമ്മയ്ക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? സത്യം പറഞ്ഞാല് പൈസ തീർന്നു. പിന്നെ കിട്ടുമെന്ന് വിചാരിച്ചു, പ്രതീക്ഷിച്ച് അത്ര കിട്ടിയില്ല. അപ്പൊ ഇനി ഉമ്മയുടെ ഊഴോ? അതെ, ഉമ്മ കരുതിയിരുന്നുള്ളൂ ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ട് ഉമ്മാക്ക് കൊടുക്കണം. അപ്പൊ ഇന്ന് ഇവിടുന്ന് വല്ലതും കിട്ടുമെങ്കിൽ ഉമ്മയ്ക്ക് ഒരു എന്ത് വാങ്ങിച്ചു കൊടുക്കും? ഉമ്മയ്ക്ക് തട്ടോ? അല്ല, ഉമ്മാക്ക് എന്താ ഇഷ്ടമല്ല, സാരി ഓർ മാക്സി എന്തെങ്കിലും. സാരിയാണോ ഉമ്മയുടെ ഫേവറേറ്റ് സംഭവം? മാക്സിയാണ്. വീട്ടിൽ നിന്നൊക്കെ മാക്സിയാണ് യൂസ് ചെയ്യുക, പുറത്തിറങ്ങുമ്പോ സാരി. അപ്പൊ ഒരു സാരി തന്നെ വാങ്ങിച്ചു കൊടുത്തേക്കും. നല്ല വിലയുള്ള സാരി വാങ്ങിക്കണ്ട, അത് പ്രശ്നമാവണ്ട. ഓക്കെ, അപ്പൊ 1 കോടി കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പർ സാരി ആയിക്കോട്ടെ. അതെ. അപ്പൊ ഇനി നമുക്ക് 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ സർ. പടച്ചോനെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ മോണിറ്റർ. പാടുവോ? ചെറുതായിട്ട്. ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടല്ലേ? പഠിച്ചിട്ടില്ല. ഇല്ല, കോളേജിലൊക്കെ കളിച്ചിട്ടുണ്ട്. ഇടപ്പാങ്കുത്താണോ അതോ? സിനിമാറ്റിക് ഡാൻസ് ആണ്. ഓക്കെ. പാട്ട് ഏതാ പാടുക സാധാരണ? ഏത് പാട്ട് പാടും? ഒരു പാട്ട് പാടിക്കോളൂ. അപ്പൊ നമുക്ക് ഈ പാട്ടിനോളം വരുമോ ആ പാട്ട്, അല്ലെങ്കിൽ ആ പാട്ടിനോളം വരുമോ ഈ പാട്ട്, ഇത് നമുക്ക് നോക്കാം. ഇഷ്ടമുള്ള ഒരു പാട്ട്. പാട്ട് പാടുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഞാനിവിടെ വരാനൊരു ചെറിയൊരു റീസൺ ഉണ്ട്. അപ്പം
എന്റെ പാട്ട് അത് റിലേറ്റ് ആയിട്ട് പാടാം ഞാൻ. ഓക്കെ ഓക്കെ മോള് പാടിക്കോ. ഓക്കെ സർ. പാടിക്കോ. ഉന്നാലെ മുടിയാതെന്ന് ഊരെ சொல்லும் நம்பாது போய் பரிதாபம் காட்டும் எந்த வர்க்கத்தோடும் விடையாது உலகத்தின் வழியெல்லாம் வந்தா உன்னே உன் முன்னே பிரசவத்தின் வலியை தாண்ட பிறந்து சிறகே இருந்து வா உன்னாசை இசவோ பறந்து வா ஏறு 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 നെഞ്ചിൽ വലുതേ കൊണ്ടേ ഏറെ നെഞ്ചിൽ പെണ്ണെന്ത് കേൾവി ചെയ്ത കൂട്ടം ഒരു നാൾ ഉന്നെ വണങ്ങിട് ഉയർന്നു നില്ല്. ഓക്കെ, ഈ പാട്ടിന്റെ അർത്ഥം തമിഴ് പാട്ടാണ്. വിജയുടെ സിനിമ എന്നുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ സർ. ബിഗിൽ. അതെ സർ. ഈ സിനിമ എന്നുള്ള പാട്ടാണെന്ന് മനസ്സിലായി. ഈ സിനിമ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതുമായിട്ട് ഇവിടെ ഫ്ലവേഴ്സ് ഒരു കോടി നല്ല പരിപാടിയാണ്, അതിൽ പോയി പങ്കെടുക്കണം എന്ന് വല്ലതാണോ പറഞ്ഞിരിക്കുന്നത്? പാട്ടിനർത്ഥം അതല്ല, പക്ഷെ അതിൽ കൺവേ ചെയ്യുന്ന മെസ്സേജ് ഉണ്ടല്ലോ സർ. നമ്മൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തവരല്ല, നമ്മളെ കൊണ്ടും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റും. അല്ലാതെ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ മാത്രം അറിയാവുന്ന സ്ത്രീകളല്ല നമ്മൾ. എന്തും നേരിടാൻ ചങ്കൂറ്റുള്ള സ്ത്രീകൾ തന്നെയാണ്. ആ പാട്ടിലും ആ സിനിമയിലും അത് തന്നെയാണ് കൺവേ ചെയ്യുന്ന മെസ്സേജ്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യാൻ. എത്തിച്ചത് രാഷ്ട്രീയത്തിൽ ചേരണം എന്ന് ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. കല്യാണോ? അതും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സെൽഫായിട്ട് ഇൻഡിപെൻഡന്റ് ആവണം. എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സക്സസ്ഫുൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. തിരിഞ്ഞു നോക്കുമ്പോ ഈ കൊച്ചു കല്യാണം കഴിക്കണ്ടെന്ന് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയോ? അത് ഉമ്മക്ക് അറിയാം സർ. അതിനാണ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്ക്. ഉമ്മക്ക് അറിയാമോ അത്? കല്യാണം കഴിപ്പിക്കണ്ടേ? ഉമ്മ കോളേജ് ചേർന്നപ്പോഴേ പറഞ്ഞു തുടങ്ങിയോ? ലാസ്റ്റില് കൊല്ലാണ്, അപ്പം കല്യാണം അവസാന കൊല്ലമൊക്കെ ആയി, കല്യാണമൊക്കെ കഴിക്കണം എന്നാണ് പറഞ്ഞത്. ആയിട്ടില്ല സർ, പഠിത്തല്ലേ കഴിഞ്ഞുള്ളൂ, ജോലി ആയിട്ടില്ല. ഞാൻ സ്വന്തം കാലിൽ നിന്നിട്ടില്ല. അതാവട്ടെ, എന്നിട്ട് എനിക്ക് തോന്നട്ടെ. മോൾക്ക് അങ്ങനെ പ്രഷർ വന്നോ? പ്രഷർ നല്ലോണം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഉണ്ട്. ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞു ഓക്കെ, ഉമ്മ കേട്ടല്ലോ. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, അതൊക്കെ വിജയുടെ പാട്ടിനകത്തുണ്ടല്ലോ അല്ലേ? പാട്ടിലുണ്ട്. ഇനിയിപ്പോ ഈ പാട്ട് കേൾക്കാം, വിജയമാകുന്ന ഒരു പാട്ട്. ഓക്കെ, പ്ലീസ് പ്ലേ. ഇനി ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. ചോദ്യം വരുന്നു, ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? ഓപ്ഷൻ എ ഉസ്താദ്, ഓപ്ഷൻ ബി ഭരതം, ഓപ്ഷൻ സി ആറാം തമ്പുരാൻ, ഓപ്ഷൻ ഡി കമലദളം, ഓപ്ഷൻ ഇ നരസിംഹം. ലാലേട്ടൻ കുറെ നേരം ഇരുന്ന് പാടുന്ന പാട്ടാ അല്ലേ? പാട്ട് കേട്ടിട്ടുണ്ട് സർ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമ ഞാൻ അങ്ങനെ സിനിമ കാണുന്ന ഒരാളല്ല, പാട്ട് കേട്ടിട്ടുണ്ട്. പാട്ട് ഇഷ്ടം പക്ഷേ അല്ലേ? പാട്ട് ഇഷ്ടമാണ്, കേൾക്കും. ആറാം തമ്പുരാൻ അല്ല, നരസിംഹമല്ല, കമലദളം അല്ല, ഭരതം ഞാൻ കേട്ടിട്ടുണ്ട്. ഭരതം ഉസ്താദ് ഡൗട്ടായി സർ. ഉസ്താദ് ഓർ ആറാം തമ്പുരാൻ ഇപ്പൊ ഡൗട്ടായോ? ആറാം തമ്പുരാൻ അല്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ഡൗട്ടായി എനിക്ക്. ആണോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ പിടിവള്ളി എടുക്കാം. കുട്ടേട്ടന്റെ പിടിവള്ളി ഉണ്ട്, 2 പിടിവള്ളി ഉണ്ട്. അല്ലെങ്കിൽ ആലോചിച്ച് പറഞ്ഞാലും മതി. നേരത്തെ പിടിവള്ളി നഷ്ടപ്പെടുത്തണ്ട എന്ന നല്ല തീരുമാനം ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ തന്നെ നിന്ന് പറയും ഞാൻ. ഒരുപാട് സമയം എടുക്കരുത്. ഓക്കെ സർ. ആറാം തമ്പുരാൻ ഉറപ്പിച്ചോ? ഉറപ്പിക്കാൻ സർ. എനിക്ക് ഇപ്പോഴാണ് ആ വിഷ്വൽസ് മൈൻഡിലേക്ക് വന്നു. ആരായിരുന്നു പാടുന്നത്? ലാലേട്ടൻ ഇരുന്ന് പാടുന്നു, മഞ്ജു ചേച്ചി ഓടി വന്ന് കേട്ട് നോക്കുന്നു. കുറച്ച് നീളമുള്ള പാട്ടുമാണ്. അതെ. പൂട്ടോ? ഞാൻ പൂട്ടാം സർ. പൂട്ടി. ഇനി വേറെ ഏതെങ്കിലും തമ്പുരാനായിരിക്കും എന്തോ പാടിയത്? അറിയില്ല സർ, നോക്കാം. അപ്പൊ ഇത് ജഗന്നാഥൻ തമ്പുരാനാണ് പാടിയിരിക്കുന്നത്. അപ്പം ആറാം തമ്പുരാൻ. ജഗന്നാഥൻ അത് ഈ സിനിമ കേൾക്കുന്നത്. ആറാം തമ്പുരാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ സർ. അതെ. ആ തമ്പുരാൻ തന്നെ ആയിരിക്കുമോ? ആ തമ്പുരാൻ ആവണേ എന്ന് പ്രാർത്ഥനയുണ്ട്. അതെ. തമ്പുരാനേ, ഉത്തരം ശരി. 20,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു.
അപ്പൊ സിനിമ എന്താ കാണാത്ത? പാട്ട് ഇഷ്ടമാണ്, താങ്കൾക്കൊരു അത്യാവശ്യം ഡാൻസും ഡപ്പാങ്കുത്തും പരിപാടികളൊക്കെ ഉണ്ട്, ഒരു കലാഹൃദയമുണ്ട്, സർഗവാസനയുണ്ട്. സിനിമ കാണാതിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു ഷോക്ക് വരും. അത് ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിക്കുക എന്നുള്ള ഒരു രീതിക്കായിരുന്നു. മീൻസ് ഈ TV ഫോൺ യൂസ് ചെയ്താൽ കേടായി പോകും, അല്ലെങ്കിൽ കുറച്ചു നേരം TV കണ്ടാൽ അങ്ങനെ ഒരു ടൈപ്പ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫാമിലിയിൽ നിന്ന്. സോ അധികമായിട്ട് ഞാൻ ഫിലിം കണ്ടിട്ടില്ല. ഒരു 10th +2 കഴിയുന്നവരെ. 10th സമയത്ത് ഞാൻ തന്നെ TV എടുത്ത് കളഞ്ഞു. എടുത്തുകാണ്ട് വീടിന്റെ മേലെ കൊണ്ടേ വെച്ചു. അതായത് ഇനി അത് കണ്ടുകാണ്ട് 10ൽ full A+ പോയി എന്ന് പറയണ്ടല്ലോ. full A+ ആയിരുന്നു. അപ്പോ അങ്ങനെ ഞാൻ സിനിമയൊന്നും അധികം അഡിക്റ്റഡ് അല്ല, കാണാറില്ല. കാണാൻ സമയം കിട്ടാറില്ല. മീൻസ് ഫുൾ ടൈം പഠിക്കണ്ടേ, പഠിച്ചാലല്ലേ എവിടെ എത്താൻ പറ്റുമെന്നുള്ള. അപ്പോഴൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ +2 കഴിഞ്ഞ് 18 കഴിഞ്ഞപ്പോഴാണ് ടോക്കൊക്കെ മാറി. നമുക്കിനി ഒരു കാര്യം ചെയ്താലോ? നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ സർ. 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 30,000 മോണിറ്റർ പ്ലീസ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ഓപ്ഷൻ എ അറ്റ്ലാന്റിക്, ഓപ്ഷൻ ബി പസഫിക്, ഓപ്ഷൻ സി ആർട്ടിക്, ഓപ്ഷൻ ഡി ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ ഇ അന്റാർട്ടിക്. ലാർജസ്റ്റ് ഓഷ്യൻ. സ്കൂളിലൊക്കെ പഠിച്ചൊക്കെ ഒന്ന് ഓർത്തുന്നു. വീണ്ടും ഡൗട്ടായോ? അത് കുഴപ്പമില്ല. കാര്യം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ, ഈ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. നിസ്സാര, നമുക്ക് നമ്മുടെ പ്രായം ചോദിച്ചാൽ പോലും ഡൗട്ട് വരും. അറ്റ്ലാന്റിക്, ആർട്ടിക്, അന്റാർട്ടിക് അല്ല. പസഫിക്, ഇന്ത്യൻ. കൺഫ്യൂസിങ്. പസഫിക് ആണോന്ന് ഇപ്പം തോന്നുന്നു. പസഫിക് സമുദ്രം ആയിരിക്കുമെന്ന്. അറ്റ്ലാന്റിക് ഏറ്റവും വലിയ സമുദ്രം. പസഫിക് ആണ് ഇപ്പം. പസഫിക്. ആത്മവിശ്വാസത്തോടെ പറയൂ സർ. ഓപ്ഷൻ ബി പസഫിക് സമുദ്രം. കൂട്ടോ? ഓക്കെ, കൂട്ടി. ഇനിയിപ്പോ എന്താ പ്രശ്നം? കൂട്ടി കഴിഞ്ഞു. ഇനി ശരിയാണോ? ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം, ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ് ഈസ് പസഫിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ സർ. സ്പെസിഫിക്കലി പറയുകയും ചെയ്തു പസഫിക് ആണെന്ന്, അല്ലേ? യെസ് സർ. ശരിയായിരിക്കുമോ ഇത്? ശരിയാവട്ടെ. ശരിയായില്ലെങ്കിൽ വീട്ടിക്ക് പോണം. ഇപ്പം വിഷമാവൂ? ഇല്ല സർ, ഈ ഫ്ലോറിൽ കയറണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. കൂട്ടുകാരികളെ കളിയാക്കൂ? ഇല്ല, അവര് കയറിയില്ലല്ലോ, ഞാനല്ലേ കയറിയുള്ളൂ. ഇല്ല സർ, ഒരിക്കലും ഇല്ല. അവര് ഫുൾ സപ്പോർട്ടാണ്. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം, ഞാൻ എങ്ങനെയാ ഈ എഞ്ചിനീയറിംഗ് കോളേജുകാരിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുക? വളരെ പോസിറ്റീവ്. ഉമ്മയ്ക്കൊരു നല്ല സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഞാൻ ആഗ്രഹിച്ചു പോയത് തെറ്റിയ 2000 രൂപയുള്ളൂ, സാരിക്ക് തികയത്തില്ല. 1000 രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരു വഴിയുണ്ട്. അപ്പൊ എങ്കിൽ ഞാൻ ഉത്തരം പറയാം. അങ്ങനെ ഒരു വഴി കണ്ടെത്തിയ സ്ഥിതിക്ക് ഞാൻ, അതായിരുന്നു എൻ്റെ ഒരു വിഷമം. ഞാനല്ലയോ ഉമ്മയുടെ കാര്യം പറഞ്ഞത്, ഉമ്മ ഞാനാ പറഞ്ഞത് കേട്ടാ. ഓക്കെ, അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടെൻഷനായോ? ചെറുതായിട്ട്. പെട്ടെന്ന് ഇന്ത്യൻ മഹാസമുദ്രം മനസ്സിലേക്ക് വന്നു, പസഫിക്കും വന്നു. അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് അങ്ങനെ ഇടപാടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് കയറി വരും. മഹാകടക്ക. അപ്പൊ പസഫിക് ആണ് ശരി ഉത്തരം. 30,000 രൂപ കീശയിൽ എത്തിക്കഴിഞ്ഞു. അരിക്കൊടേക്ക് 30,000 രൂപ യാത്ര ചെയ്ത് കഴിഞ്ഞു. പറയൂ കുട്ടേട്ടാ. ഈ കുട്ടിയെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം. എന്താണ് കുട്ടേട്ടാ? ഈ കുട്ടി ഒരു ദിവസം 10 പാരസെറ്റമോൾ എടുത്ത് ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട്. അതെന്തിനാണാവോ അങ്ങനെ കഴിച്ചത്? പാരസെറ്റമോളിനോട് പ്രണയം വരാൻ കാര്യം? അങ്ങനെയല്ല സർ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റൽ ലൈഫ് മടുത്ത്. എനിക്ക് എന്താന്ന് അറിയില്ല. ഫസ്റ്റ് നമ്മൾ ഹോസ്റ്റലിൽ ചേർന്ന് ഫസ്റ്റ് 1 വീക്ക് ഒരു കരച്ചിലും ഇല്ല. ഞാൻ ഭയങ്കര കൂൾ ഹാപ്പി ആയിട്ടിരുന്ന ഞാൻ. എല്ലാവരും ഇരുന്ന് കരയുന്നു, അവരെ സമാധാനിപ്പിക്കുന്ന ഞാൻ. എല്ലാവരും കരയുന്നു. വീട്ടിൽ നിന്ന് മാറി അതിന്റെ കരച്ചിലായിരുന്നു. അപ്പോ 1 വീക്ക് കഴിഞ്ഞ് ഞാൻ കരച്ചിൽ തുടങ്ങി, അവര് കരച്ചിൽ നിർത്തി. എനിക്ക് വീട്ടിൽ പോണം ഫുൾ ടൈം. എല്ലാ ആഴ്ചയും ഞാൻ വീട്ടിൽ പോവാ. എനിക്ക് അവിടെ ഇരുന്ന് പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ കൂടെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയായി. അപ്പൊ എനിക്ക് വീട്ടിലെത്തണം. എല്ലാ ആഴ്ചയും വീട്ടിൽ പോവാ. അപ്പം ഹോസ്റ്റലിലും അത് സമ്മതിക്കുന്ന കാര്യമല്ല. ഒരു കുട്ടി എപ്പോഴും വീട്ടിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വീട്ടിൽ പോകുന്നു, വരുന്നു. വീട്ടുകാർക്കും ബുദ്ധിമുട്ട്. ലാസ്റ്റ് എനിക്ക് ആകെ കൂടെ മടുത്ത് മരിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് വീട്ടിലെത്തണം എന്ന് തീരുമാനിച്ച് ചെയ്ത കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ പാരസെറ്റമോള് കഴിച്ചാലേ മരിച്ചിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടൊന്നുമില്ല, പക്ഷെ അപ്പൊ എന്റെ കയ്യിൽ അറിഞ്ഞിട്ടുണ്ടോ? ഉമ്മ അറിഞ്ഞോ ഇത്, ഈ പാരസെറ്റമോള് കേസ്? അപ്പൊ ഇനി ഒരു പേരും വീഴും ചിലപ്പോ കോളേജ്, പാരസെറ്റമോൾ അല്ലേ? ചിലപ്പോ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ആരും വിളിക്കരുത് കേട്ടോ. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് കേസെടുക്കും കുട്ടിയുടെ. പാരസെറ്റമോൾ 10 എണ്ണം കഴിച്ചു, എന്ത് സംഭവം ഉണ്ടായി?
ഉറങ്ങിയോ? ഇല്ല, ഛർദിയിൽ വന്നു. ഛർദിച്ചു, മൊത്തം ഛർദിച്ചു കളഞ്ഞു. ഛർദിക്കലായി. ആശുപത്രി പോയോ? ആശുപത്രി പോയി. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. സൂചി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സൂചി എടുക്കാൻ ഒരു പേടി. സൂചി ഒന്നും എടുക്കണ്ട. ഇഞ്ചക്ഷനോ? ഇഞ്ചക്ഷൻ എടുക്കണം. അതിനെയാണോ സൂചി എന്ന് പറയുന്നത്? അതെ, ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഗുളിക കുടിച്ചു, കുഴപ്പമില്ലാതെ പോണു. ഓക്കെ. അപ്പൊ പിന്നെ പാരസെറ്റമോൾ കണ്ടാല് ഇല്ല, അലർജി. കോവിഡ് കാലത്ത് പോലും വാങ്ങിച്ചു കാണത്തില്ല അല്ലേ? ഓക്കെ, റെഡി. നല്ല സ്വഭാവം, നല്ല അതിന് ഉദ്ദേശിച്ചിട്ടുള്ള അല്ല പാരസെറ്റമോൾ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. മോണിറ്റർ പ്ലീസ്. ലോകത്താദ്യമായി അണുബോംബ് ആക്രമണത്തിന് വിധേയമായ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി കൊറിയ, ഓപ്ഷൻ ഡി അമേരിക്ക, ഓപ്ഷൻ ഇ ജർമ്മനി. ആദ്യമായി അണുബോംബ് ആക്രമണത്തിന് വിധേയമായ രാജ്യം. അണുബോംബ് ആക്രമണം ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് ആ ഒരു സംഭവം. ചൈന, ജപ്പാൻ, കൊറിയ, അമേരിക്ക, ജർമ്മനി. എല്ലാ ഇൻസിഡൻസും വരുന്നുണ്ട്. രാജ്യം ഏതാന്ന് കൺഫ്യൂസിങ് ആവുന്നത്. ചൈന, ജപ്പാൻ, കൊറിയ, അമേരിക്ക അല്ല. കിട്ടിയോ? നോ സർ, ജപ്പാനാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ എനിക്ക് ഉറപ്പില്ല. ഓക്കെ സർ, ഓപ്ഷൻ ബി ജപ്പാൻ. ജപ്പാൻ പൂട്ടട്ടോ? സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ പൂട്ടിയിരിക്കുന്നത്. എന്നെ കുറ്റപ്പെടുത്തത് ഞാൻ പൂട്ടി. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാനാണ് ഉത്തരവാദിത. പറയരുത്. പറയൂ? പറയില്ല സർ. പറയില്ല. ആ പറയില്ല എന്ന് പറഞ്ഞതിനകത്ത് തന്നെ ഒരു പ്രതിഷേധം ഉണ്ട് കേട്ടോ. എന്നെ കുഴി ചാടിച്ചു എന്ന് പറയുമെന്ന് എനിക്കറിയാം. അല്ലേ? പൂട്ടിയിട്ട് എന്നെ കൊണ്ട് കിണറ്റില് തള്ളിയിട്ടിട്ട് കുഴി ചാടിച്ച് പൂട്ടി കെട്ടി തുറന്നു, അവസാനം കുഴപ്പമായി. അയ്യോ. അപ്പൊ താങ്കൾ, നമ്മൾ 40,000 രൂപയുടെ ചോദ്യമല്ലേ ചോദിച്ചത്? 40,000 rupees, 40,000 രൂപയുടെ ചോദ്യം. അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടോ നോക്കി? ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾക്കിനി അതിന്റെ ഫലം നമ്മൾ വളരെ ആലോചിച്ച് ഹിരോഷിമ, നാഗസാക്കി ഒക്കെ ചേർത്ത് പറഞ്ഞ ആ രാജ്യം അത് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. താങ്കൾ പറഞ്ഞ ഉത്തരം താങ്കൾ പറഞ്ഞ എന്നോട് ഒരാള് പറഞ്ഞു, ഈ പ്രോഗ്രാം ഒക്കെ കാണുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഉത്തരം തെറ്റെന്ന് പറഞ്ഞാലും ശരിയെന്ന് പറഞ്ഞാലും അവരുടെ മുഖത്ത് നോക്കി പറയണമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് എന്ന് വിളിച്ചത് കേട്ടോ. പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിച്ചോളൂ. അത് കുഴപ്പമില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായോ? ഉണ്ടാവട്ടെ സർ. ഉണ്ടാവട്ടെ എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു. എന്റെ പ്രാർത്ഥനയ്ക്കും ഫലം ഉണ്ടാകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ പൈസ കുറച്ചല്ലേ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം പറയൂ സർ. ഹിരോഷിമയും നാഗസാക്കിയും എവിടെയാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു അല്ലേ? ജപ്പാൻ. ജപ്പാൻ. ഉത്തരം ശരിയാണ്. അപ്പോ 40,000 രൂപയുടെ ചോദ്യത്തിന് ഷഹല ഉത്തരം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6-ാം തീയതി, നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9-ാം തീയതി. 3 ദിവസത്തെ ഇടവേളയിലാണ്. അമേരിക്കയിലെ പേൾ ഹാർബർ ആക്രമിച്ചതിന്റെ പ്രതികാരത്തിനായിട്ടാണ് അവർ ബോംബിട്ടത്. ഇപ്പോഴും അവിടെ അതിന്റെ ഫലമുണ്ട്. ഇനി ഇപ്പൊ വേറൊരു കാര്യം കൂടെ, ഒരു കുഴപ്പം കൂടെ വരാൻ പോവാ കേട്ടോ. ശകല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ശകലയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. കുട്ടേട്ടാ, ലെവൽ 2. ശകല 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 50,000 രൂപ. ഓക്കെ അല്ലേ? എങ്ങനെയായിരുന്നു ഇവിടോട്ട് വന്ന ഒരു പ്രതീക്ഷ? എന്തായിരുന്നു? ആദ്യം തന്നെ ഈ അടരാടാൻ തുടങ്ങുമ്പോൾ കളരിയിൽ അടിതെറ്റി വീഴും എന്നായിരുന്നു, അതോ ഇതൊന്നും നമുക്കൊരു വിഷയമല്ല എന്ന രീതി മുന്നോട്ട് പോകുന്നായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു. എത്രത്തോളം പറയാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ക്യാഷ് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് ഈ വേദിയിലെ സാറുമായിട്ട് കുറച്ചു നേരം നിൽക്കണം, സംസാരിക്കണം, സ്പെൻഡ് ചെയ്യണം. അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പൊ ഇത്രയും പറ്റിയല്ലോ. അപ്പോ ഷഹലയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രണയമുള്ള ഇംഗ്ലീഷ് വാക്ക് നോ എന്നാണ്. എന്താ പറ്റിയത്? നോ പറയാനാണ് പലപ്പോഴും പലർക്കും മടിയുള്ളത്. പക്ഷെ നമ്മൾ പറയാൻ ശീലിക്കേണ്ട ഒരു വേർഡാണ് നോ. ഇതാരാ പഠിപ്പിച്ചത് ഷഹലയോട്? എന്റെ ലൈഫിലത്തെ ഓരോ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചു. നോ പറയണം, നമ്മള് നോ പറയേണ്ട സാഹചര്യങ്ങളിൽ നോ പറയും. നോ പറയും. അപ്പൊ ആരോടെങ്കിലും നോ പറയേണ്ടി വന്നോ? വീട്ടില് എപ്പോഴും പറയുന്നില്ലേ, കല്യാണം നോക്കണ്ട നോ. കോളേജിൽ പഠിച്ചപ്പോ പ്രണയ അഭ്യർത്ഥനയുമായിട്ട് വന്ന നോ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. ആട്ടി ഓടിച്ചോ അതോ നോ എന്ന് പറഞ്ഞോ? നോ എന്ന് പറഞ്ഞു. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്.
അപ്പൊ അവരെന്താ പറഞ്ഞു? താങ്ക് യു എന്ന് പറഞ്ഞു? ഇല്ല സർ, അവര് മീൻസ് അവർക്ക് പിന്നെ മനസ്സിലായി ഞാൻ അവരോട് പറയണ്ടായിരുന്നു തനിക്ക് വേറെ ആണ്ട് വരാതിരിക്കുക. അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർക്ക് തന്നെ മനസ്സിലായി പിന്നെ നമ്മള് ഒരേ റൂട്ടല്ല, പല റൂട്ടാ, രണ്ടു വണ്ടിയിലാ പോകുന്നത്. പിന്നെ അവരെന്നെ വഴിമാറി വിട്ടു. പിന്നെ അവരെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? കണ്ടുമുട്ടിയിട്ടില്ല, ഫുൾ ഓൺലൈൻ അല്ല സർ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലേ? ഓക്കെ, ഇപ്പൊ നന്നായി തോന്നുന്നു അങ്ങനെ തീരുമാനം എടുത്തത്. അല്ലെങ്കിൽ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു ഉമ്മയെ പേടിപ്പിക്കാവത്തില്ലല്ലോ. നന്നായി, നല്ല തീരുമാനം. അപ്പൊ നമുക്ക് ഇനി 1.5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 50,000 മോണിറ്റർ പ്ലീസ്. ഒരു ദൃശ്യമാണ്, അവിടോട്ട് നോക്കിയാൽ വളരെ വിശാലമായിട്ട് LED കാണാം. ആ ദൃശ്യത്തിലേക്ക് വരുന്നു. നമുക്ക് നാരിയൽ പാനി ചായേ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അറിയോ നാരിയൽ പാനിന്റെ അർത്ഥം? നാരിന്ന് വെച്ചാ സ്ത്രീന്നാ. ദൈവം ചതിച്ചു എന്നാ തോന്നണേ. സ്ത്രീലഹി സ്ത്രീലഹി റാം റാം റമ്മ റാം. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ നാരിയൽ പാനിന്റെ അർത്ഥം ആർക്കും അറിയില്ലേ? ഇളനീര് ഇളനീര്. നമ്മൾ ഇളനീരോ? ഇളനീര് ഹേ. അങ്ങനെ പറയ്. അപ്പോ ഈ ദൃശ്യം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ സിനിമയിലെ? ഇല്ല. ഈ ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഈ ചിത്രം സന്ദേശമാണ്. അതിൽ നിന്നുള്ള ഒരു മനോഹരമായ രംഗമാണ്. പൊളിറ്റിക്കൽ സീനാണ്. കാര്യം ഒരുപാട് രാഷ്ട്രീയ ചിരിക്ക് കാരണമായ ഒരു സിനിമയാണത്. അപ്പൊ അതാണ് ചോദ്യം. ഓപ്ഷൻ എ ശ്രീനിവാസൻ, ഓപ്ഷൻ ബി CB മലയിൽ, ഓപ്ഷൻ സി സത്യൻ അന്തിക്കാട്, ഓപ്ഷൻ ഡി ലോഹിതദാസ്, ഓപ്ഷൻ ഇ വിജി തമ്പി. സംവിധായകൻ ആരാണ്? തിരക്കഥാകൃത്ത് ശ്രീനിവാസനായി. പോളണ്ടിനെ കുറിച്ച് നീ ഒറ്റ അക്ഷരം വേണ്ടി പോകരുത് എന്ന് പറഞ്ഞ സിനിമയാണത്. ജയറാം ശ്രീനിവാസനും കൂടെ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഫിലിം കാണുകയാണെങ്കിലും സംവിധായകൻ ആരാ നോക്കുന്ന ശീലവും ഇല്ല. അയ്യോ, നോക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. കാര്യം അദ്ദേഹമാണ് ഈ സിനിമ ആദ്യം മുതലേ തന്നെ ഈ സിനിമ കൺസീവ് ചെയ്ത് സിനിമയെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് പാടുപെട്ട് എല്ലാ ദൃശ്യങ്ങളെല്ലാം മനസ്സിൽ കണ്ട ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിച്ച് അവസാനം പെട്ടിയിലാക്കി തിയേറ്ററിൽ കൊണ്ട് ഓടിച്ച് നാട്ടുകാരെ ചീത്ത വരെ കേൾക്കുന്ന അദ്ദേഹം. പിടിവള്ളി എടുക്കാം അല്ലേ? ആരുടെ പിടിവള്ളി? കുട്ടേട്ടന്റെ പിടിവള്ളി എടുക്കാം. കുട്ടേട്ടാ, തീർച്ചയായിട്ടും സഹായിക്കാം. 2 ഓപ്ഷൻസ് ഞാൻ പറയും. അതിൽ ഒന്ന് ശരിയുത്തരമാണ്. സി സത്യൻ അന്തിക്കാട്, ഇ വിജി തമ്പി. ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ഉത്തരം ആണ്. സർ, ഓപ്ഷൻ സി സത്യൻ അന്തിക്കാട്. ഉറപ്പിക്കുന്നോ? യെസ് സർ. കൂട്ടോ? കൂട്ടാം സർ. കൂട്ടാം. ഈ ഒരു തന്ത്രം എനിക്കൂടെ പറഞ്ഞു തരണം. അതായത് താങ്കൾ ഒരു തീരുമാനം പറയുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഏത് കക്ഷിയാണ് താങ്കൾക്ക് ഇത് പറഞ്ഞു തരുന്നത് എന്നറിഞ്ഞാൽ എനിക്കും കൊള്ളാം. കാരണം എനിക്കും അപ്പൊ ആ വഴിക്ക് പോകാമല്ലോ. അങ്ങനെയല്ല സർ, അത് ശീലിച്ച കാര്യം, അത്രേ ഉള്ളൂ. ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ഇത്? ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും അധ്യാപകൻ മാഷന്മാർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലേ അപ്പൊ ഇതുപോലെ ആലോചിക്കുവോ? ഇല്ല 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 ഇല്ല, അങ്ങനെയല്ല. അവിടെ ഒന്നും ആലോചിക്കാനില്ലല്ലോ. സന്ദേശം സംവിധാനം ചെയ്ത് സത്യൻ അന്തിക്കാടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പൂട്ടി ഇപ്പോ സന്ദേശത്തിൽ എത്തി നിൽക്കുന്നു. അപ്പൊ സത്യൻ അന്തിക്കാടാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ പറഞ്ഞ ഉത്തരം, അതും കുട്ടേട്ടന്റെ പിൻബലത്തോടെ, മീനുട്ടിക്കായിട്ട് പുള്ളി പറഞ്ഞു കൊടുത്ത 2 മറുപടിയിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു മറുപടി തെറ്റിപ്പോയോ എന്ന് സംശയം തോന്നുന്ന സാഹചര്യം ഉണ്ടായോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തദ്വാര അങ്ങനെ ആലോചിക്കണ്ട എന്ന് പറയുന്നു. ഉത്തരം ശരിയാണ്. അപ്പൊ സത്യൻ അന്തിക്കാടാണ് ഈ ചിത്രം സംവിധാനം ചെയ്ത്. സൂപ്പർ ഹിറ്റായിരുന്നു. മാത്രമല്ല ചില ഈ സിനിമകളൊക്കെ ഈ സമകാലിക സ്വഭാവം കാണിക്കും. ആ സിനിമ എത്ര കാലം കഴിഞ്ഞാലും ആ സിനിമയിലെ ചില അംശങ്ങൾ ആ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സിനിമയാണ്. കാര്യം ഈ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന ചക്കളത്തി പോരാട്ടവും ചില പാർട്ടികളുടെ സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടില്ലേ? സ്റ്റേജില് നേതാക്കന്മാരെല്ലാം, അനുയായികൾ കുറവായിരിക്കും പാർട്ടിക്ക്, നേതാക്കന്മാരെല്ലാം കൂടെ സ്റ്റേജോടെ ഉരുണ്ട് വീഴുന്നതൊക്കെ രംഗം ഉണ്ടാവും. അപ്പൊ ഈ രംഗം ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ കലാധിപത്യമായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. ആ കാര്യത്തിൽ സത്യൻ അന്തിക്കാടിന് അഭിമാനിക്കാം. കാര്യം ഒരു റിയൽ പൊളിറ്റിക്കൽ സറ്റയറാണ്. അത് എഴുതി വെച്ച ശ്രീനിയേട്ടനും ഒരു ബിഗ് ഹായ്. വീടാണോ ഹോസ്റ്റലാണോ ജീവിക്കാൻ ശകലക്ക് ഇഷ്ടം? ഹോസ്റ്റൽ സർ. അതെന്താ? അത് വീട്ടിൽ ഉമ്മയും ഉപ്പയും വഴക്ക് പറയുന്നുള്ളൂ? വഴക്ക് പറയുന്നത് കൊണ്ട് മാത്രല്ല, നമ്മള് വീട്ടിലിരിക്കുമ്പോ എനിക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും പറ്റാറില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ചിരിവിരുദ്ധന്മാരുണ്ടോ വീട്ടില്? അങ്ങനെയല്ലേ സർ, ഇപ്പം ഫുൾ ടൈം പ്രഷറിംഗ് ആയിരിക്കും. മാരേജ് ആണോ അവിടുത്തെ സിംഗിൾ സബ്ജക്ട്? അതെ സർ, അത് മാത്രമേ ഉള്ളൂ. ഏത് കൊല്ലം മുതലാ? അത് ഞാനിപ്പോ തുടങ്ങിയ ശേഷമാണോ?
അപ്പൊ കൂടി കോവിഡ് തുടങ്ങിയപ്പോ കൂടി. വീട്ടിലാണല്ലോ ഫുൾ ടൈം നമ്മളെ കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ ചെറിയ ചൊറിച്ചില് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഉപ്പാ സംഭവം ടെൻഷൻ ആവും. അപ്പൊ ഇപ്പൊ പിന്നെ അതുകൊണ്ടാണ് നേരെ ഹോസ്റ്റലിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. എത്ര കാലം ഹോസ്റ്റലിൽ നിൽക്കും? ഹോസ്റ്റലിൽ ഒരു ടെമ്പററി താവളമല്ലേ ആകാൻ പറ്റും? അതെ സർ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജോബ് വാങ്ങും, ഹോസ്റ്റലിൽ പോകും വീണ്ടും. അപ്പൊ മോൾക്ക് ഹോസ്റ്റലിൽ പോയാൽ കിട്ടുന്ന സ്വാതന്ത്ര്യം വീട്ടിൽ കിട്ടിയ പ്രശ്നം തീരുവോ? ഏറെക്കുറെ തീരും സർ. തീരും. അപ്പൊ അവര് പരിഗണിക്കും അത്. ഓക്കെ. പിന്നെ കല്യാണത്തെ കുറിച്ച് അവർ ഇനി ആലോചിക്കുക പോലും ഇല്ല. കാര്യം മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ച് കെട്ടട്ടെ എന്ന് ഉപ്പയും ഉമ്മയും തീരുമാനിച്ചാലോ? സന്തോഷം. ആർക്ക്? എനിക്ക്. അവർക്ക് സന്തോഷമുണ്ടോന്ന് അവരുടെ ഉപ്പ അങ്ങനെ സന്തോഷിക്കുന്നുണ്ടോ? കമ്മിയാണ്. ഒരു കാര്യം ചെയ്യാൻ മതി ഉപ്പ. അവര് പഠിക്കുമല്ലേ, പഠിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വേഗണം. അവര് പഠിച്ച് ജോലിയെ കിട്ടി കഴിയുമ്പോണ്ടല്ലോ അവർക്കൊരു സെക്യൂരിറ്റി കവറാ ജോലി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരുത്തിനെ കെട്ടി 10 ദിവസം കഴിയുമ്പോൾ അവന് ബോറടിച്ച് അങ്ങനെ വരാൻ പാടില്ല. ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സുരക്ഷിതത്വം അവർക്ക് മനസ്സിലുണ്ടാവും. അപ്പൊ ഇപ്പൊ ഒരു ജോലി കിട്ടാൻ വേണ്ടി പറയാം, നീ ഒരു ജോലി പെട്ടെന്ന് വാങ്ങിക്കും. ടൈമായി 23 വയസ്സുമായി. അതാണ് പിന്നെ ഓല ചിന്തിക്കുക. ഉപ്പ 23 വയസ്സൊന്നും ഇപ്പൊ ഒരു പ്രശ്നമല്ല. ഉപ്പ പേടിക്കുന്നില്ല, ഉമ്മ പേടിക്കുന്നില്ല, ഒന്നും സംഭവിക്കത്തില്ല. നല്ലൊരു ഫസ്റ്റ് ക്ലാസ് പയ്യൻ എവിടെയോ കാത്തിരിപ്പുണ്ട്. കാര്യത്തിലല്ല പ്രശ്നം, ഓള കാര്യത്തിലുള്ളൂ. ഓക്ക് ചെറിയൊരു സ്ട്രോക്ക് വന്നിനി. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് ഞമ്മക്ക് പ്രശ്നം. ഞമ്മക്ക് ടെൻഷൻ അല്ല. പക്ഷാഘാതം വന്നു, വൺ സൈഡ് ഫുൾ തളർന്നു. ഇപ്പൊ ശരിക്കും സംസാരിക്കാൻ പറ്റില്ല. അതാണ് പേടിക്കണ്ട, എല്ലാം നല്ലതിനെന്ന് വിചാരിച്ചാ മതി അല്ലേ? ഇപ്പൊ ഇതൊക്കെ നേരത്തെ വീട്ടിൽ വെച്ചങ്ങ് പറഞ്ഞാ പോരായിരുന്നു? പറഞ്ഞിട്ടുണ്ട് സർ, മനസ്സിലാവണ്ടേ? ഇപ്പൊ നാട്ടുകാരോട് ഒന്ന് പറയും ഇനിയിപ്പോ. കേൾക്കല്ലേ? അതെ, നാട്ടുകാരോട് കേട്ടോ. അത് നല്ല കാര്യമാണ്. പല ആൾക്കാർക്കും ഒരു മോഡലാവും ഇത്. ഇനി നമുക്ക് 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 60,000 റുപ്പീസ്. ശകല, നമ്മൾ മോണിറ്ററിലേക്ക് പോകുന്നു. മോണിറ്റർ പ്ലീസ്. അപ്പൊ റെഡിയാണല്ലോ? 60,000 രൂപയുടെ ചോദ്യം. ആന എപ്പോഴും ചെവി ആട്ടുന്നത് എന്തിനാണ്? ആന ഇങ്ങനെ ചെവി ആട്ടത്തില്ലയോ? ഓപ്ഷൻ എ സന്തോഷം കൊണ്ട്, ഓപ്ഷൻ ബി സങ്കടം കൊണ്ട്, ഓപ്ഷൻ സി പാപ്പാനോട് ഒരു ടാറ്റ പറയാൻ, ഓപ്ഷൻ ഡി ചൂട് കുറയ്ക്കാൻ, ഓപ്ഷൻ ഡി വിശക്കുമ്പോൾ. ഓപ്ഷൻ ഡി ചൂട് കുറക്കാൻ. ആന ചെവിട്ടാട്ടുന്നതോ? അതെ. അങ്ങനെ തന്നെയാണോ? അതെ. വീട്ടിൽ ആനയുണ്ടോ? ഇല്ല സർ. ആനയുണ്ടല്ലോ വീട്ടില്. കുഴിയാനെങ്കിലും ഉണ്ടോ? കുഴിയാനുണ്ട്. ഉണ്ട്. അപ്പൊ ഞാൻ ഡി പൂട്ടോ? യെസ് സർ. ഒരു ആനയെ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. ഞാൻ പൂട്ടി. ആന ചെവിയാട്ടുന്നത് ചൂട് കുറയ്ക്കാനാണെന്ന് പറഞ്ഞ അരീക്കാട്ടിലെ ആദ്യത്തെ വനിതയായി താങ്കൾ മാറുന്നു. സന്തോഷം. ഫ്ലവേഴ്സ് 1 കോടിയിൽ പറഞ്ഞു. കോളേജ് ചെല്ലാൻ പറ്റുമോ? ഇനി പറ്റും സർ. കമ്പ്യൂട്ടറാ പഠിച്ചിരിക്കുന്നത്. ഇത് ആനയുടെ ചെവി ആടുന്നത് ചൂട് കുറയ്ക്കാനാണ്, ശരീരതാപം കുറയ്ക്കാനാണ് ആന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെവിയിട്ട് ആട്ടുന്നത് എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. ചൂട് കുറയ്ക്കാൻ തന്നെയാണ് ആന ചെവിയിട്ട് ആട്ടുന്നത്. 60,000 രൂപ. എങ്ങനെ അറിയാമായിരുന്നു ഇത്? ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ കുട്ടിക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ അല്പം പോലും ഇഷ്ടമല്ല. ഈ കുട്ടിക്ക് കാനഡയിൽ പോയി സെറ്റിൽ ചെയ്യാനാണ് ഇഷ്ടം. കാനഡയിൽ എന്താണ് ശകല? അവിടെ കുറെ പേര് എന്നോട് പറയുന്നുണ്ട് ഈ അടുത്തിടെയായിട്ട്. ചോദിക്കുന്നവരെല്ലാം കാനഡയിൽ പോകണമെന്നാ പറയുന്നത്. അവിടെ നല്ല തണുപ്പാണ്, അതാണോ? അത് മാത്രല്ല സർ, നമ്മുടെ നാട്ടിലൊരു കൾച്ചറേ അല്ല അവിടെ. അവിടുത്തെ കൾച്ചറിനെ കുറിച്ച് എങ്ങനെ അറിയാം? നമ്മള് യൂട്യൂബില് ഗൂഗിൾസിലൊക്കെ കാണുന്നതാണ്. കാനഡ മാടി വിളിക്കുന്നോ മനസ്സിനെ? അതെ സർ. എങ്ങനെയാ അവിടെ പോകണം? ജോലി കിട്ടി പോണോ അതോ കിട്ടി പോണോ? ജോലി കിട്ടി പോകണം എന്നാണ് ആഗ്രഹം. അല്ല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ എനിക്ക് 1 ഇയർ അവിടെ ഒരു കോഴ്സ് ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. നടക്കട്ടെ. എന്ത് കോഴ്സാണത്? തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ എന്റെ ബിടെക് കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആലോചിക്കണം. കാനഡിയൻ പ്രധാനമന്ത്രിയല്ലോ ഇത്, ജസ്റ്റിൻ ട്രൂഡോ. അദ്ദേഹം കാണാൻ ഇത് കണ്ട് ഫ്ലവേഴ്സ് 1 കോടി കാണാൻ കണ്ട അദ്ദേഹം വരൂ കുട്ടി വരൂ, കാനഡയിലേക്ക് വരൂ എന്നാണ് വിളിച്ച രക്ഷപ്പെട്ടത് തന്നെ അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. 70,000 റുപ്പീസ്. ഇങ്കർ മോണിറ്റർ. ചോദ്യം ഇതാണ്. ഏത് ജില്ലയിലാണ് മൂലമറ്റം പവർ ഹൗസ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി പത്തനംതിട്ട, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി പാലക്കാട്, ഓപ്ഷൻ ഇ തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് മൂലമറ്റം പവർ ഹൗസ്. ഇടുക്കിയാണെന്ന് തോന്നുന്നു സർ. കൂട്ടാമോ? ഇടുക്കി കിടക്കുവോ? ഇല്ല സർ, ഇടുക്കി കലക്കും. ഓപ്ഷൻ എ മൂലമറ്റം പവർ ഹൗസ്
ഇടുക്കിയിലാണെന്ന് കണ്ടുപിടിച്ച ആദ്യത്തെ അരിക്കോട്ടുകാരി. ഓപ്ഷൻ എ മൂലമറ്റം പവർ ഹൗസ് ഇടുക്കിയിലാണെന്ന് കണ്ടുപിടിച്ച ആദ്യത്തെ അരിക്കോട്ടുകാരി. ഉത്തരം ശരിയാണ്. ഉറപ്പാണോ? ശരിയാവട്ടെ, പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാ? നമ്മൾ വലിയ ലോകത്തിൽ നിൽക്കായിരുന്നു, പെട്ടെന്നൊരു അലോക്യം എന്നോട് ആവുമെന്നൊരു പേടി. ഞാൻ അപ്രിയമായ സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവുമോ? ഇല്ല സർ. ഇല്ലല്ലോ. ഇല്ല. മൂലമറ്റം പവർ ഹൗസ് ഇടുക്കിയിലാണ്. ഉത്തരം ശരിയാണ്. ഇപ്പൊ എത്ര കൈ കിട്ടി ഇപ്പൊ കീശയില്? 70,000 രൂപ. ഇപ്പൊ നല്ലൊരു ഫസ്റ്റ് ക്ലാസ് സാരി ഉമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം. റെഡി. കോട്ടൺ സാരി വാങ്ങിച്ചു കൊടുത്താൽ. ഉമ്മയ്ക്ക് കോട്ടൺ സാരിയാണോ ഇഷ്ടം? അല്ലല്ലേ? പറയൂ കുട്ടിയേട്ടാ. ഈ കുട്ടിയുടെ ആഗ്രഹങ്ങൾ തീരുന്നില്ല. അവതാരികയാകണം, ചെയ്യണം. ആഹാ, അങ്ങനെയുണ്ടോ? സർ, എനിക്ക് ആങ്കറിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കോളേജിലൊക്കെ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആങ്കറിങ് ചെയ്യാൻ വേണ്ടിട്ട്. സൗന്ദര്യ മത്സരത്തിന് പോയിട്ടുണ്ടല്ലേ? അതെ, കോളേജില്. എന്നിട്ട് എന്തായി ഫലം? 3rd പ്രൈസ് കിട്ടി. ഈ റാമ്പ് വാക്ക് നടന്നു? അങ്ങനെ അതെ, നടന്നു. അതെങ്ങനെയാ ഒന്ന് കാണിച്ച്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അത്. ഇങ്ങനെ ഒരു ഭയങ്കര അല്ലേ? ഒന്ന് കാണിച്ചു നോക്കട്ടെ. പ്രൊഫഷണൽ അൺപ്രൊഫഷണൽ ആയിട്ട് ചെയ്താൽ മതി. പ്രൊഫഷണൽ ആയിരുന്നു കേട്ടോ. ജസ്റ്റായി. വീട്ടിൽ അറിഞ്ഞു അത്? ചെയ്തത് ചിലപ്പോ ഇപ്പോഴായിരിക്കും അറിയാം. പ്രോഗ്രാമിൽ പങ്കെടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ മോളൊരു കലാകാരിയാണെന്ന്? റെഡി, നന്നായി. അത് നന്നായി കേട്ടോ. എന്ത് പ്രോഗ്രാം ആങ്കർ ചെയ്യണമെന്ന് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, എന്ത് പ്രോഗ്രാം. ഫ്ലവേഴ്സ് ഒരു കോടി അവതരിപ്പിക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടിയിലേക്ക് സ്വാഗതം. ഞാനൊരു പരിപാടി ആദ്യമായിട്ട് തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാം സഹകരണം പ്രതീക്ഷിക്കുന്നു. അവിടോട്ട് പോയി നിന്നിട്ട് ഒറ്റ അടി അടിക്കും. ലോകത്തോട് തന്നെ പറഞ്ഞോളൂ. ലോകം തീരുമാനിക്കും താങ്കൾ ആങ്കർ ആവണോ വേണ്ടെന്നുള്ളത്. ഞാനിവിടെ നിന്ന് കേട്ടോളാം എല്ലാം. ഫ്ലവേഴ്സ് ഒരു കോടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ആയിട്ട് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ മുന്നിലേക്ക് വരുന്നത്. നിങ്ങളുടെ ഏവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് മറ്റേ ഇതൊന്നുകൂടെ, ഫ്ലവേഴ്സ് ഒരു കോടി, അതല്ലേ നമ്മുടെ ആപ്തവാക്യം. ഫ്ലവേഴ്സ് ഒരു കോടി. ഓക്കെ, നീ കോടിയില്ലാതെ ഇവിടെ നിൽക്കൂ. ഓക്കെ, താങ്കൾക്കൊരു ആങ്കർ ആകാൻ പറ്റും. താങ്കൾക്ക് ഒന്നുമില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റില്ലേ? അപ്പോൾ അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകൊണ്ട് താങ്കൾക്ക് ശ്രമിച്ചാൽ നല്ലൊരു ആങ്കർ ആകാൻ പറ്റും. വിജയ് ഭവ. അപ്പൊ നമുക്കിനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 80,000 rupees. മോണിറ്റർ. ഇനി പറയുന്നവയിൽ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? ഓപ്ഷൻ എ മഹേന്ദ്ര സിംഗ് ധോണി, ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ, ഓപ്ഷൻ സി സുനിൽ ഛേത്രി, ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി, ഓപ്ഷൻ ഇ ഡിങ്കോ സിംഗ്. വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ. നമ്മുടെ ഇവിടുന്ന് പട്ടാളത്തിൽ പോയ ഒരാളുണ്ടല്ലോ, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ. മറന്നുപോരുത്, അതൊക്കെ ചെറിയ കാര്യമല്ല. കാര്യം ഒരു നടൻ ഇങ്ങനെയൊക്കെ ട്രെയിനിങ്ങിന് പോവുക, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവുക, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ. ആരാണ് എയർഫോഴ്സിൽ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവിയിൽ ചെന്ന ഇന്ത്യൻ കായിക താരം? ആദ്യത്തെ ആൾ അദ്ദേഹമായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ. സോ ഞാൻ കേട്ടിട്ടുള്ള അറിവ് വെച്ച് ശരിയാണെന്നുണ്ടെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരിക്കും. കൂട്ടാമോ? എനിക്ക് കൂട്ടാമോ? യെസ് സർ. ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ. കൂട്ടാമല്ലോ? യെസ് സർ. കണ്ണീർ കയങ്ങളിലേക്ക് വീഴുമോ ഈ മത്സരാർത്ഥി? ഇല്ല സർ. ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ മടങ്ങി പോകേണ്ടി വന്നു കഴിഞ്ഞാല് എല്ലാം കൂടെ കയ്യിലിപ്പോ 7,000 രൂപ ഉണ്ടാവും. സാരിയും വാങ്ങിച്ച് ബാക്കി കാശോട്ട് വീട്ടിൽ പോവാം. കൊച്ചിയിലെ ലുലുമാളി കയറിയിട്ട് വേണമെങ്കിൽ നല്ലൊരു സാരിയൊക്കെ വാങ്ങിച്ച് പോകാം. കൂട്ടിയിരിക്കുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. താങ്കൾ പറഞ്ഞ ഉത്തരം 80,000 രൂപയുടെ ചോദ്യത്തിന് താങ്കൾ പറഞ്ഞ ഉത്തരം വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവിയിലെത്തിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ് എന്ന് പറഞ്ഞ ഉത്തരം എന്ത് പറയാനാണ്? ഉത്തരം ശരിയാണ്. അങ്ങനെ വായിച്ച ഒരു ഓർമ്മ എവിടെയോ വായിച്ചൊരു ഓർമ്മ. അപ്പൊ 80,000 രൂപ അരീക്കാട് അല്ലല്ലോ? അരീക്കോട്. 80,000 രൂപ അരീക്കോടിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞു. 80,000 rupees ഫോർ യു. ഓക്കെ, ആദ്യമായിട്ടാണോ ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്? അതെ സർ. ഇന്നലെ രാത്രിയില് ഉറങ്ങാൻ കിടക്കുമ്പോ
ആലോചിച്ച കാര്യം എന്താ ഫ്ലവേഴ്സ് 1 കോടിയെ കുറിച്ച്? ഒരുപാട് കാര്യങ്ങൾ കുറെ ആലോചിച്ചിട്ടുണ്ടാവും. ആലോചിച്ചു. ആ എനിക്ക് കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ പറ്റണേന്നായിരുന്നു. ആൻസർ കുറച്ചെങ്കിലും പറഞ്ഞാലല്ലേ സാറുമായിട്ട് കുറച്ചു നേരം സംസാരിച്ച് ഈ ഫ്ലോറിൽ. ഓക്കെ. ഏതോ ഒരു സംഘടനയുടെ ചെയർമാൻ ആയോ കയറി? ആ അതെ സർ. ചെയർപേഴ്സൺ. അതെ ചെയർപേഴ്സൺ. ഏത് സംഘടനയുടെ ആയിരുന്നു? IEEE എന്ന് പറയും. IEEE എന്താ ഫുൾ ഫോം? ഫുൾ ഫോം ഇല്ല സർ. IEEE അത്രയും. എന്തോ പരിപാടി ഇതിന്റെ? അത് നമ്മൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന്റെ ഒരു അസോസിയേഷൻ, ഒരു ഗ്രൂപ്പാണ്. ആ. അപ്പം എല്ലാ വേൾഡ് കോളേജ് വൈഡ് ആണ്. ആ അതെ. അപ്പൊ ഞങ്ങള് കോളേജിൽ അതിന്റെ ഒരു ഇതുണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. ആ. എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ഉണ്ടാകും. അപ്പൊ എന്റെ കോളേജിലെ ചെയർപേഴ്സൺ ഞാനാണ് ഇപ്പൊ കറന്റ്ലി സെർവിംഗ് ആസ്. അപ്പൊ ഈ ചെയർപേഴ്സൺ വലിയ പവർ ഒക്കെ ഉണ്ടോ? ഓ ഉണ്ട്. ലെറ്റർ ഹെഡ് ഒക്കെ ഉണ്ടോ? ഒപ്പിടാനൊക്കെ പറ്റും? ഓ ഉണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റിലൊക്കെ എന്റെ ഒപ്പ് വരും. ഫസ്റ്റ് ടൈം സർട്ടിഫിക്കറ്റിൽ എന്റെ ഒപ്പ് വന്നു. ഷഹല ഒപ്പ് വളരെ നീളത്തിലിടണം. അപ്പൊ ചെറിയ ഒപ്പായിട്ട് ഇടരുത്, ഒറ്റ നീട്ടി ഷഹല. അവിടെ ലാസ്റ്റിൽ വരച്ചൊരു കുത്തു, 2 കുത്തൂടിടണം കേട്ടോ. ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് IEEE ചെയർപേഴ്സൺ. അപ്പൊ നമുക്കിനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 1 ലക്ഷം അതിനോട് വേണേ പ്രാർത്ഥിച്ചോളൂ. നാട്ടുകാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു ലൈഫാണോ താങ്കളുടേത്? ഫുൾ ടൈം കോളേജിലായിരിക്കും. അയൽവാസികളെയൊക്കെ നേരിട്ട് അറിയാമോ? ആ അറിയാം. അവരോടൊക്കെ നല്ല ലോഹിയൊക്കെ ഉണ്ടോ? ഓ ഉണ്ട് ഉണ്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പുതിയ കുട്ടിയെ കുറിച്ച് നാട്ടിലൊക്കെ ഉള്ള ഒരു പേരെന്തുവാ? ആരോടും സംസാരിക്കാതെ നടക്കുന്ന കുട്ടിയെന്നാണ്? എന്നെ കുറിച്ചോ? അത് അവരോട് എന്നെ ചോദിക്കേണ്ടി. ഞാൻ ഒന്ന് ചോദിക്കാം. ഞാൻ ഒരു ദിവസം അവിടെ ഇറങ്ങും. നമ്മുടെ ഇന്റലിജൻസ് വർക്ക് അവിടെ ഒക്കെ ഉണ്ട്. ഓക്കെ. ചാരപ്പണി. ശകല, നീ ഇപ്പൊ നമ്മുടെ തലയിലെടുത്ത് മാറുന്നു, ലെവല് മാറുന്നു. കുട്ടേട്ടാ, ലെവൽ 3. ശകലക്ക് ഇഷ്ടമായോ ഇത്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേലോട്ട് പൊങ്ങി പോകുന്നു അല്ലേ? എനിക്കറിയായിരുന്നു വടകര കോളേജിൽ നിന്ന് ഒരു പെൺകുട്ടി ഇവിടെ വരും, ഇത് ഇഷ്ടപ്പെടുമെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 1 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് കടക്കാം. മോണിറ്റർ പ്ലീസ്. എന്താണ് ന്യൂട്ടൺ പെട്ടി? ഓപ്ഷൻ എ ശൂന്യാകാശ വാഹനം, ഓപ്ഷൻ ബി ആപ്പിൾ പെട്ടി, ഓപ്ഷൻ സി കൃത്രിമ ഉപഗ്രഹം, ഓപ്ഷൻ ഡി സബ്മറൈൻ, ഓപ്ഷൻ ഡി തേനീച്ച വളർത്തുന്ന പെട്ടി. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ആലോചിച്ച് ഉത്തരം പറയും. ന്യൂട്ടൺ ബോക്സ് എന്നറിയപ്പെടുന്ന പെട്ടി ഏതാണ്? എനിക്ക് പിടിവള്ളി വേണം സർ. പിടിവള്ളി വേണം അല്ലേ? കുട്ടേട്ടാ, യെസ് ബോസ്. കുട്ടേട്ടാ ഒന്ന് സഹായിക്കൂ കുട്ടേട്ടാ. തീർച്ചയായിട്ടും സഹായിക്കാം. 2 ഓപ്ഷൻസ്, അതിൽ 1 ശരി ഉത്തരം. ഡി സബ്മറൈൻ, ഈ തേനീച്ച വളർത്തുന്ന പെട്ടി. ന്യൂട്ടൺ പെട്ടി, ന്യൂട്ടൺ ബോക്സ്. സർ ഓപ്ഷൻ ഇ തേനീച്ച വളർത്തുന്ന പെട്ടി. കൂട്ടട്ടോ അത്? യെസ് സർ. കൂട്ടട്ടോ? യെസ് സർ. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകാൻ താല്പര്യമുള്ള കുട്ടി, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു, വടകര കോളേജ്, അരീക്കോട് താമസിക്കുന്നു. ന്യൂട്ടൺ പെട്ടി തേനീച്ച വളർത്തുന്ന പെട്ടിയാണെന്ന് കണ്ടുപിടിച്ച അരീക്കോട്ടുകാരി നമ്മുടെ കോളേജിൽ മത്സരം വെച്ചാലോ? 1 കോടി എത്രയും കടുപ്പിച്ച് പറയാന്നുള്ളത്. ഓക്കെ. ഓപ്ഷൻ ഡി താങ്കൾ പറഞ്ഞ ഉത്തരം. 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് താങ്കൾ പറഞ്ഞ ഉത്തരം ആലോചിച്ച് തന്നെയാണോ ഈ ഉത്തരം പറഞ്ഞത്? ആലോചിച്ച് തന്നെ. ഇനിയിപ്പോ അതിന്റെ ഒരു തലയിലെഴുത്ത് പോലെ ഇരിക്കട്ടെ. ഇൻ കേസ് ഇത് തെറ്റായിരുന്നു എങ്കിൽ പൊട്ടിക്കരഞ്ഞു പോകും? ഇല്ല സർ. നോ സർ. എന്തിന്? പൊട്ടിച്ചിരിക്കുവോ? പിന്നെ എന്തായിരിക്കും ആ ഭാവം? എന്തായിരിക്കും? പറയേണ്ട അവസ്ഥ വരൂല എനിക്ക്. ഈ ഫ്ലോർ വിട്ട് പോകണ്ടേ? അതിന്റെ സങ്കടം ഉണ്ടാകും. അത്രേ ഉള്ളൂ. അതെ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. ഞാൻ അങ്ങനെ ഒന്ന് ആദ്യമായിട്ട് കേൾക്കാണ്. ന്യൂട്ടനെ കേട്ടിട്ടുണ്ട്. ന്യൂട്ടൺ പെട്ടി. താങ്കളുടെ മനസ്സിന്റെ അകത്തിരുന്ന് ആരോ താങ്കൾക്ക് ഉത്തരം പറഞ്ഞു തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുക. സംശയമുള്ള കാര്യങ്ങൾ പോലും ശരിയായിട്ട് പറയുന്നത് പോലെ. നീ വല്ല യന്ത്രമാണ് ശരീരത്തിൽ വിറ്റ് വെച്ചിട്ടുണ്ടോ? ദൂരെ ഈ മൊബൈൽ വെച്ചോണ്ട് കോപ്പി അടിച്ച പോലെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല. അപ്പൊ 1 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. രക്ഷാധിപതി. ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കൊന്നും താങ്കൾ നല്ല ആത്മവിശ്വാസമുള്ള പെൺകുട്ടിയാണ്. എനിക്ക് താങ്കളുടെ ചില ആശയങ്ങളോടൊക്കെ താല്പര്യം തോന്നി. ഇപ്പൊ വീട്ടുകാരൊക്കെ എത്ര നിർബന്ധിച്ചാലും സ്വന്തം വഴികളിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. ആരാ ജീവിതത്തിൽ എപ്പോഴും മോഡലാക്കാൻ ഇഷ്ടപ്പെടുന്നത്? സർ,
ഇന്ന ആളെ മോഡലാക്കണം അങ്ങനെ ഞാൻ ഒരിക്കലും ഇല്ല. ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ പലരെയും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പല വേർഡ്സുകൾ. APJ അബ്ദുൽ കലാം സർ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സാറുടെ ഫാദർ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. APJ അബ്ദുൽ കലാം സർ. എന്ത് ഫാക്ടറാണ്? സാറുടെ ഉപ്പ വന്നിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. മോനെ, കടൽ പക്ഷികൾ താവളം വെടിഞ്ഞ് സൂര്യനെ മറികടന്നു പോകുന്നത് നീ കണ്ടിട്ടില്ലേ? ആശയങ്ങളും ആശകളും സാധിക്കുന്നിടത്തേക്ക് നീയും പറക്കുക. ഞങ്ങളുടെ ആഗ്രഹങ്ങളോ ബാധ്യതകളോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വപ്നങ്ങളോ ഒന്നും നിന്നെ ഇവിടെ തളച്ചിടില്ല. രാമേശ്വരത്തുള്ള ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത നാളെയുടെ വലിയ ഭവനങ്ങളിലായിരിക്കും നീ വസിക്കുക എന്ന് ആ ഉപ്പ പറഞ്ഞിട്ടുണ്ട്. മോനെ അതെ, ആ ഉപ്പ അന്ന് അങ്ങനെ പറഞ്ഞ് മകനെ പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ ആ സർ അവിടെ എത്തുമോ എന്നുള്ളത് ഡൗട്ട് അല്ലേ സർ? ഒരാളെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയുടെ ഏറ്റവും നല്ലൊരു മിസൈൽ സയന്റിസ്റ്റ് ആയിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. എപ്പോഴും ഞാൻ ആലോചിക്കും, എന്നോടൊരു ടെലിവിഷൻ ചാനലിന്റെ ഉടമ ഹോങ്കോങ്ങിൽ വെച്ച് പറഞ്ഞ കാര്യം, യുവർ പ്രൈം മിനിസ്റ്റർ ഇസ് എ വേൾഡ് ഫേമസ് എക്കണോമിസ്റ്റ് ഡോക്ടർ മൻമോഹൻ സിംഗ്. യുവർ പ്രസിഡന്റ് ഈസ് എ വേൾഡ് ഫേമസ് മിസൈൽ സയന്റിസ്റ്റ്. വാട്ട് എൽസ് യു വാണ്ട് മിസ്റ്റർ നായർ എന്ന് യാസ്മി. ഞാൻ അപ്പോഴാണ് തിരിച്ച് ഫ്ലൈറ്റിൽ ഞാൻ ഇങ്ങനെ ഇന്ത്യയിലേക്ക് വരുമ്പോഴെല്ലാം ഞാൻ ആലോചിച്ചു, ഒരു വിദേശിയുടെ കണ്ണിൽ പെട്ട കാര്യം നമ്മൾ ആലോചിക്കുന്നില്ല. ലോകമറിയുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ, പ്രസിഡന്റിന്റെ കസേരയിൽ ലോകമറിയുന്ന ഒരു മിസൈൽ സയന്റിസ്റ്റ്. മാത്രമല്ല ഇന്ത്യയുടെ ഒരു ആയുധശേഷിക്കൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത രാജസ്ഥാനിലെ പൊക്രാൻ അണുവിസ്ഫോടനത്തിനൊക്കെ എല്ലാ മിസൈലും കണ്ടെത്തി ഈ അണുവിസ്ഫോടനത്തിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത അതേ ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നു. രാമേശ്വരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അവസാനം ഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിൽ വലിയൊരു രാമേശ്വരം ഉണ്ടാക്കിയ ആൾ. സ്വപ്നം കാണാൻ ചെറുപ്പക്കാരോട് പറയുന്ന ആൾ, ചെറുപ്പക്കാരികളോടും സ്വപ്നം കാണും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് അടക്കാം. 2 lakhs rupees. അപ്പൊ സ്വപ്നം കാണും. അപ്പൊ ഇനിയിപ്പോ 2 lakhs മോണിറ്റർ. രണ്ട് പിടിവെള്ളിയും കഴിഞ്ഞു, അറിയാമല്ലോ. ഇനി ഒരു പിടിവെള്ളി ഉണ്ട്, വീട്ടുകാരുടെ ഒരു പിടിവെള്ളി ഉണ്ട്. പിന്നെ അവസാനം ഒരു പിടിവെള്ളി, അതറിയാമല്ലോ, മണി ഷെയർ, അതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് റോഡ് മാർഗം ഏറ്റവും ദൂരത്തുള്ള നഗരം ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ A ഡൽഹി, ഓപ്ഷൻ B കൊൽക്കത്ത, ഓപ്ഷൻ C മുംബൈ, ഓപ്ഷൻ D അഹമ്മദാബാദ്, ഓപ്ഷൻ E റാഞ്ചി. റോഡ് മാർഗം ഏറ്റവും ദൂരത്തുള്ള നഗരം എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് റോഡ് മാർഗം നടന്നു പോയാൽ, റോഡേ അങ്ങ് നടന്നാൽ, ചോദിച്ചങ്ങ് പോയാൽ എവിടെ ചെല്ലും? ഇന്ത്യയുടെ മാപ്പ് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ചോളൂ. തിരുവനന്തപുരം തെക്കേ അറ്റത്ത് തലസ്ഥാന നഗരം, അവിടുന്ന് നേരെ നടക്കുന്നു. ഡൗട്ട് ഉണ്ട് സർ, പിടിവള്ളി എടുക്കാം, കുടുംബത്തിന്റെ പിടിവള്ളി എടുക്കാം അല്ലേ? അതെ സർ. നിങ്ങൾ ആലോചിച്ചിട്ട് പറയും. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, അഹമ്മദാബാദ്, റാഞ്ചി. റോഡ് അങ്ങ് നടന്നാൽ ഡൗട്ട് ഉണ്ട്, കൊൽക്കത്തയാന്ന് തോന്നുന്നു, ഉറപ്പില്ല. വേണമെങ്കിൽ എടുക്കുക, കാരണം അല്ലെങ്കിൽ കാരണം 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. സർ മുംബൈ ആണ്, അവര് കൊൽക്കത്ത എന്നാണല്ലേ? അതെ, അവര് കൊൽക്കത്ത എന്ന് പറഞ്ഞു. ശകലയ്ക്ക് കൊൽക്കത്ത വേണോ, അഹമ്മദാബാദ് വേണോ, മുംബൈ വേണോ, റാഞ്ചി വേണോ, ഡൽഹി വേണോ, ഇത് വേണോ എടുക്കാം. സർ റാഞ്ചി. സർ എനിക്ക് അറിയത്തില്ല, ക്വിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പൂട്ടട്ടോ, കിട്ടി എന്നുള്ളത്. എന്ത് വേണം? എല്ലാമായോ ഇനി തീരുമാനിക്കും. വേണ്ട സർ, എനിക്ക് അറിയത്തില്ല സർ, ക്വിറ്റ് ചെയ്യാം. അപ്പോ കിട്ടിയാൻ തീരുമാനിക്കുന്നു, അത് ഉറപ്പിച്ചോ? ക്വിറ്റ് ചെയ്യാം സർ. ഉറപ്പിച്ചു സർ. ആത്മവിശ്വാസത്തോടെ കിട്ടിയുന്നു? ആത്മവിശ്വാസത്തോടെ അല്ല, ഡൗട്ട് ഉണ്ട്. അഹമ്മദാബാദ്. അപ്പൊ കിട്ടിയാൻ തീരുമാനിക്കുന്നു അല്ലേ? പൂട്ടിട്ടോ. അപ്പൊ ഞാൻ കിട്ടി എന്നുള്ളത് പൂട്ടുന്നു. ഓക്കെ സർ, പൂട്ടി. ഇനി ഒരു ഉത്തരം പറയും. അഹമ്മദാബാദ്. ഉത്തരം തെറ്റാണ്. കൊൽക്കത്ത അതിലും തെറ്റാണ്. റാഞ്ചി അതിലും തെറ്റാണ്. ഡൽഹി ശരിയാണ്. ഡൽഹിയാണ് ശരി ഉത്തരം. ഡൽഹി മനസ്സിൽ വന്നു, ബട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ എവിടെയാന്ന് 2844 കിലോമീറ്റർ ഉണ്ട് റോഡ് ഡിസ്റ്റൻസ്. ഞാനതാ മാപ്പ് നോക്കൂ. ഈ ഇടയ്ക്കൊന്നും മാപ്പ് നോക്കിയിട്ടില്ലയോ? ഇല്ല സർ.
കുഴപ്പമില്ല. അപ്പൊ മാപ്പ് എപ്പോഴും എടുത്തു വെച്ച് നോക്കേണ്ട കാര്യം എന്തോ അല്ലേ? അപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ നടന്നു പോകാനുള്ള അവസരം കിട്ടട്ടെ. അയ്യോ, അല്ല, ഡൽഹി ഇന്ത്യയെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുക അല്ലെ? വണ്ടി പിടിച്ചു പോട്ടെ, നടന്നു പോകണ്ട അല്ലേ? വാഹനത്തിൽ ഡൽഹി വരെ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടട്ടെ. അതെ സർ. കേരളം മൊത്തം കണ്ടോ? ഇല്ല സർ. ആദ്യം കേരളം മൊത്തം വണ്ടി പിടിച്ചൊന്ന് കാണുക. മലപ്പുറം മൊത്തം കണ്ടു കാണത്തില്ല ഇപ്പൊ അല്ലേ? ഇല്ല. അപ്പൊ മലപ്പുറം ആദ്യം കാണുക, then കേരളം, പിന്നെ അവസാനം വണ്ടി പിടിച്ച് ചലോ ഡൽഹി. ഓക്കെ, 50,000 രൂപ കയ്യിലുണ്ട്. വിജയകരമായി താങ്കൾ പിന്മാറ്റം നടത്തി. ഡിപ്ലോമാറ്റിക് ആയിരുന്നു. തീർച്ചയായിട്ടും നല്ല പ്രായോഗിക ബുദ്ധിയുണ്ട്. ഈ കുട്ടി ഓക്കെ ആയിരിക്കും കേട്ടോ. ഉമ്മ ഓക്കെ അല്ലേ? മോൾക്ക് ഉമ്മയുടെ സാരിയുടെ കാര്യം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ മോളെ, ഓക്കെ അല്ലേ? ഇനിയിപ്പോ എന്താ പറയാനുള്ളത് ജീവിതത്തില്? നമുക്ക് മേലെ പോകാം. മേലെ പോയി പറയാം. മേളിൽ പോയി പറയാൻ ഇത് പടച്ചോണ്ട് പറയണോ? അല്ല, 6th level ഒന്ന് പോണോ? ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കുട്ടേട്ടാ, മീനുട്ടിയുടെ ഒരു ആഗ്രഹം. ലെവൽ 6. അപ്പൊ 1 കോടിയുടെ കളി ഇവിടെയായിരുന്നു. സർ, എനിക്ക് സാറോട് ഒരു കാര്യം ചോദിക്കാം. എന്തായാലും പറഞ്ഞു. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചല്ലോ, അതില് സാർക്ക് എന്നെ കുറിച്ച് സാർക്ക് ഇപ്പൊ തോന്നിയ ഒരു അഭിപ്രായം എന്നോട് പറയാം. എനിക്ക് 2-3 കാര്യങ്ങൾ തോന്നി. ഒന്ന്, നല്ല ആത്മവിശ്വാസമുള്ള കുട്ടിയാണ്. 2, താങ്കൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരാളാണ്. 3, താങ്കൾ നല്ലൊരു സ്ഥലത്തെത്തും എന്നും എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. അപ്പൊ താങ്കളുടെ ആത്മവിശ്വാസം നിൽക്കട്ടെ. മാത്രമല്ല, യു ക്യാൻ ബി എ മോഡൽ ടു അതർ ഗേൾസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാനിങ്ങനെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇതിൽ മാത്രമല്ല, ഞാൻ ഈ ഏഷ്യാനെറ്റിൽ നമ്മൾ തമ്മിൽ നിന്നൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 860 ഭാഗം. പിന്നെയും കുറെ മഴവിൽ മനോരമയിൽ സമദൂരം എന്നൊരു പരിപാടി ചെയ്തു. സൂര്യ TV-യിൽ ശ്രീകണ്ഠൻ നായർ ഷോ ഒന്ന് ചെയ്തു. എല്ലായിടവും ചെയ്തു. എല്ലാ വരാന്തകളിലും ഒക്കെ കയറി അവിടെ വന്നത്. അവസാനമേ ഫ്ലവേഴ്സിലും കുറെ ചെയ്തു. അപ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു. ഞാൻ ആൾക്കാരുടെ കണ്ണുകളിലൊക്കെ നോക്കി കള്ളം പറയാണെന്നൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ താങ്കൾക്കൊരു നല്ല ഭാവിയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതായിട്ട് പോയാലോ? ആ സന്തോഷത്തിൽ താങ്കൾ മലപ്പുറത്തെ അരീക്കോട്ടേക്ക് യാത്രയാവും. എന്നിട്ട് അവിടെ പോയിട്ട് ആ ആതിരയും കാവ്യയും വിടരുത്. അവര് എന്റെ ഒരു അന്വേഷണം പറഞ്ഞു. ഓക്കെ, ഹായ് ആതിര, ഹായ് കാവ്യ. ഇപ്പൊ ഭയങ്കര സെലിബ്രിറ്റി ആയി അതിന്റെ. പക്ഷെ വിനയുണ്ടല്ലേ, അതിന്റെ അഹങ്കാരമൊന്നും മുഖത്തില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ താഴേക്ക് പോകുന്നു. കുട്ടേട്ടാ, ലെവൽ 1. നമ്മളപ്പോ 1,50,000 രൂപയുടെ ചെക്ക് ഒപ്പിട്ടിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് വന്ന് നിന്നാൽ നമുക്കതങ്ങ് തരാം. മൈജി നൽകുന്ന 1,50,000 രൂപയുടെ ചെക്ക് ഞാൻ കൈമാറുന്നു. ഇനി ശകല, നമുക്ക് 2 പേർക്ക് അറിയുന്ന പോലെ സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ഇതാണ് വളരെ വിലപ്പെട്ടത്. ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ടു മിസ് ശകല ഖേ ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ്. 1 കോടി. ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞേ, 1 കോടി. അപ്പൊ താങ്ക് യു. അപ്പൊ ശകലയുടെ സ്വപ്നങ്ങളൊക്കെ ചിറക് വിരിച്ച് പാറി പറക്കട്ടെ. അപ്പോ നല്ലൊരു സ്ഥലത്തെത്തും. ബൈ. ശകലയുടെ വിജയവീഥി ഇതുവഴി. ഓക്കെ. എല്ലാവരും സ്വപ്നം കാണുക എന്ന് പറഞ്ഞത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ഗുഡ് ബൈ.